ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 2 മാസം ആവാറായി. അപ്പോൾ ഇപ്പോൾ LDC പരീക്ഷയുടെ ടൈം ടേബിൾ PSC പുറത്തുവിട്ടിട്ടുണ്ട്. ജൂലൈ 27-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തിരുവനന്തപുരം ജില്ലയിലാണ് ആദ്യം പരീക്ഷ വരുന്നത്. ജൂലൈ മുതൽ ഒക്ടോബർ മാസങ്ങളിലായിട്ടാണ് ഓരോ ജില്ലകളിലായിട്ട് പരീക്ഷ നടക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പോൾ പഠനമൊക്കെ ഒന്ന് ഉറങ്ങിക്കിടന്നവരെല്ലാം ഉഷാറായിട്ട് ഒന്നുകൂടെ പഠനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്ത് വന്നവരാണെങ്കിൽ അവരൊരു ട്രാക്കിലായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതും കൂടെ ചേർത്ത് പഠിച്ച് കറക്റ്റായിട്ട് റിവിഷനും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സെറ്റായിരിക്കും. ഇനിയിപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ചാനലിനെ കുറിച്ച് അറിഞ്ഞ് നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ച് അറിഞ്ഞ് ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നിങ്ങളും എന്ത് ചെയ്യാം, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണേ. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ തുടക്കം മുതലേ വരാം, ക്ലാസ് 1 തൊട്ടിട്ട്. അപ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രോപ്പറായിട്ട് കണ്ടിന്യൂവേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. നമ്മൾ ചുമ്മാ ക്ലാസ് എടുത്ത് പോകുമല്ല കേട്ടോ. ഡെയിലി നമ്മൾ 6 ക്ലാസ്സുകൾ വെച്ച് തരുന്നുണ്ട്. 6 ക്ലാസ് എന്ന് പറയുമ്പോൾ അതിൽ GK പോർഷൻസ് ഉൾപ്പെടുന്നുണ്ട്, മാത്സ് ഉൾപ്പെടുന്നുണ്ട്, ഇംഗ്ലീഷ് ഉൾപ്പെടുന്നുണ്ട്, മലയാളം ഉൾപ്പെടുന്നുണ്ട്, കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുന്നുണ്ട്, കലാകായികം സാഹിത്യ സംസ്കാരം എന്ന് പറയുന്ന ഭാഗം അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കൂടാതെ PYQ ഡിസ്കഷനും ഉണ്ട്. നമ്മൾ കാലത്ത് GK പോർഷൻസ് ഒക്കെ പഠിച്ച് ആ ഭാഗത്ത് വരുന്ന മുൻവർഷ ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന പരീക്ഷകളിൽ 2021 മുതൽ 2024 വരെ നടന്ന പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള നമ്മൾ കാലത്ത് പഠിച്ച ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട PYQ ഡിസ്കഷൻ 8 മണിക്ക് ലൈവായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ക്ലാസ് കൊണ്ടുപോകുന്നത്. ഡെയിലി PYQ ഡിസ്കഷൻ, വീക്ക്ലി എക്സാം, മന്ത്ലി എക്സാം, അങ്ങനെ കറക്റ്റായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതുതായിട്ട് ജോയിൻ ചെയ്തവർ ഇപ്പോൾ വീണ്ടും നിങ്ങൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്ത് തുടക്കം മുതലേ കണ്ടുവരിക. ഇതുവരെ പഠിച്ച് നമ്മുടെ കൂടെ എത്തിയിട്ടുള്ളവർ കുറച്ച് ക്ലാസ്സുകളൊക്കെ പെൻഡിങ് ഉണ്ടെന്നൊക്കെ പറയുന്നതുണ്ട്. നമ്മൾ സൺഡേ കംപ്ലീറ്റ് ആയിട്ട് ലീവാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ സൺഡേ ലീവ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ സമയം കിട്ടുന്ന സമയത്ത് പെൻഡിങ് ക്ലാസ്സുകളൊക്കെ തീർക്കാനായിട്ട് ശ്രമിക്കുക, നമ്മുടെ ഒപ്പം എത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്, നിങ്ങൾക്കും ഉറപ്പുണ്ടാവണം. അതിന് വേണ്ടിയിട്ട് നിങ്ങളും പരിശ്രമിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ സ്മാർട്ട് വർക്ക് എന്നുള്ള രീതിക്കാണ് നമ്മളിപ്പോൾ ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത്. PSC പരീക്ഷയ്ക്ക് എന്താണ് ആവശ്യം, PSCയുടെ ഇഷ്ടഭാഗങ്ങൾ ഏതൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ തിരഞ്ഞു പിടിച്ച് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ SCERT, NCERT ബേസ് ചെയ്തിട്ടുള്ളതും ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പാക്കേജ് തന്നെയാണ്. അപ്പോൾ ഒരു പെയ്ഡ് ക്ലാസ്സിലും കിട്ടുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് നല്ല ക്ലാസ്സുകൾ തരണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ നൽകുന്നത്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് താഴെ കമൻ്റ് ആയിട്ട് ഇടുക. പുതുതായിട്ട് വരുന്നവർക്ക് കാണുമ്പോൾ അതിനൊരു പ്രചോദനം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ കമൻ്റ് ആയിട്ട് ഇടുക. മാക്സിമം ഫ്രണ്ട്സിലൊക്കെ ഒന്ന് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ ഫിസിക്സിൽ താപവും ഊഷ്മാവും എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. താപവും ഊഷ്മാവും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വരുന്ന SCERT പാഠഭാഗങ്ങൾ മുഴുവനായിട്ടും ഈ ഒരൊറ്റ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ക്ലാസ് കേൾക്കുമ്പോൾ കൂടെ ഒരു നോട്ട്ബുക്കും പെന്നും കയ്യിൽ വെച്ചിട്ട് നോട്ട് തയ്യാറാക്കിയിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് താപവും ഊഷ്മാവും എന്ന് പറയുന്ന ഭാഗത്തെ SCERT പാഠഭാഗങ്ങൾ നോക്കാം. അപ്പോൾ താപവും ഊഷ്മാവും എന്ന് പറയുന്ന ഭാഗം പഠിക്കാനായിട്ട് ആദ്യം നമ്മൾ പഠിക്കേണ്ട ചാപ്റ്റർ എന്ന് പറയുന്നത് 7ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്ററാണ്. താപമൊഴുകുന്ന വഴികൾ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് താപം എന്ന് പറയുന്നത്, എന്താണ് പ്രകാശം, വൈദ്യുതി, ഇതെല്ലാം ഊർജ്ജ രൂപങ്ങളാണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ താപവും എന്താണ്, താപം എന്ന് പറയുന്നതും ഒരു ഊർജ്ജ രൂപമാണ്. താപം എന്ന് പറയുന്നത് എന്താണ്, ഒരു ഊർജ രൂപമാണ് താപം എന്ന് പറയുന്നത്. ഇനി ഈ താപം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതിനെയാണ് താപപ്രേഷണം. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിക്കുന്നത് ഹീറ്റ് ട്രാൻസ്മിഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. താപപ്രേഷണം ചെയ്യുന്ന രീതികളെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പോൾ താപം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, താപപ്രേഷണം അഥവാ ഹീറ്റ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ താപപ്രേഷണം എന്ന് പറയുന്നത് പല തരത്തിലാണ്, വിവിധ രീതികളിലാണ് എന്ത് നടക്കുന്നത്, താപപ്രേഷണം നടക്കുന്നത്. അതിലൊന്നാമത്തെ മെത്തേഡാണ് ചാലനം അഥവാ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ചാലനം അഥവാ കണ്ടക്ഷൻ. അപ്പോൾ എന്താണ് ചാലനം? എല്ലാ പദാർത്ഥങ്ങളും
തന്മാത്രകളാൽ നിർമ്മിതമാണ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എല്ലാ പദാർത്ഥങ്ങളും തന്മാത്രകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ഖരവസ്തുക്കളിൽ തന്മാത്രകൾ അടുത്തടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഹാക്സോ ബ്ലേഡിൻ്റെ ഒരറ്റത്ത് താപം ലഭിക്കുമ്പോൾ ആ ഭാഗത്തുള്ള തന്മാത്രകൾ താപം സ്വീകരിച്ച് തൊട്ടടുത്തുള്ള തന്മാത്രകളിലേക്ക് കൈമാറ്റം ചെയ്യുന്നു. ഇവിടെ തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഉണ്ടാകുന്നില്ല. ഇത്തരത്തിൽ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിക്കാണ് ചാലനം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഹാക്സോ ബ്ലേഡ് നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള തന്മാത്രകൾ താപം സ്വീകരിച്ച് എന്ത് ചെയ്യുന്നു, തൊട്ടടുത്ത തന്മാത്രകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. അപ്പോൾ ചൂട് ദേ കണ്ടില്ലേ, ഇങ്ങോട്ട് സ്പ്രെഡായി പോകുന്നത് കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതാണ് ഈ സ്ഥാനമാറ്റം. ആർക്കില്ല? തന്മാത്രകൾക്ക് ഇവിടെ സ്ഥാനമാറ്റമില്ല. ഈ രീതിയിൽ തന്മാത്രകൾക്ക് സ്ഥാനമാറ്റമില്ലാതെ താപം ഒരു ഭാഗത്ത് നിന്നും മറ്റൊരു ഭാഗത്തേക്ക് പ്രവഹിക്കുന്നതിനെയാണ് ചാലനം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, കണ്ടക്ഷൻ എന്ന് പറയുന്നത് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഹാക്സോ ബ്ലേഡ് ചൂടാക്കുന്നത്. ഇനി ചാലനം വഴി താപം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളെ നമ്മൾ എന്തെന്ന് പറയും? സുചാലകങ്ങൾ എന്ന് പറയും. ഓക്കെ, ഈ ചാലനം വഴി നല്ല രീതിയിൽ താപം കടത്തിവിടുന്ന വസ്തുക്കളെ നമ്മൾ സുചാലകങ്ങൾ, ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയും. മറ്റുള്ളവയെ, അതായത് താപം കടത്തിവിടാത്തവയെ എന്ത് നമ്മൾ പറയും? കുചാലകങ്ങൾ അഥവാ പുവർ കണ്ടക്ടേഴ്സ് എന്നാണ് പറയുന്നത്. ചാലനം വഴി താപം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളെ സുചാലകങ്ങൾ അഥവാ ഗുഡ് കണ്ടക്ടേഴ്സ് എന്നും താപം കടത്തിവിടാത്തവയെ കുചാലകങ്ങൾ അഥവാ പുവർ കണ്ടക്ടേഴ്സ് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ സുചാലകങ്ങൾ, കുചാലകങ്ങൾ എന്ന് പറഞ്ഞ് എക്സാമ്പിൾ എഴുതാൻ വേണ്ടി തന്നിട്ടുണ്ട്. നമുക്കറിയാം സുചാലകങ്ങൾ എന്ന് പറയുമ്പോൾ താപം കടത്തിവിടുന്നതാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഹാക്സോ ബ്ലേഡ് അല്ലെ, ഇരുമ്പൊക്കെ താപം കടത്തിവിടുന്നതാണ്. അതുപോലെ കുചാലകങ്ങൾ എന്ന് പറയുമ്പോൾ താപം കടത്തിവിടാത്തത്. എക്സാമ്പിൾ എന്താണ്? ഇപ്പോൾ ബേക്കലൈറ്റ് അല്ലേ, ബേക്കലൈറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മുടെ ഇപ്പോൾ പ്രഷർ കുക്കറിൻ്റെ പിടിയൊക്കെ ബേക്കലൈറ്റ് കൊണ്ടാണ്. എന്തുകൊണ്ടാണ്? അതിൽ താപം കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ, കടത്തിവിടില്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ബേക്കലൈറ്റിൻ്റെ ഇത് ഉപയോഗിക്കുന്നത് കൈപ്പിടിയായിട്ട്. അപ്പോൾ സുചാലകങ്ങൾ, കുചാലകങ്ങൾ അത്രയേ ഉള്ളൂ. ഇനി നോക്കുക, താപപ്രേഷണം ലോഹങ്ങളിൽ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഹാക്സോ ബ്ലേഡിൻ്റെ കാര്യം പറഞ്ഞല്ലേ. ഇവിടെ നോക്കുക, താപപ്രേഷണം ലോഹങ്ങളിൽ. തുല്യ നീളവും വണ്ണവുമുള്ള ഇരുമ്പ്, ചെമ്പ്, അലുമിനിയം കമ്പികളെ എടുത്ത് 3 വരക്കെട്ടുകളിൽ ചിത്രത്തിലേതുപോലെ ക്രമീകരിക്കുക. ഒരു പരീക്ഷണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ കമ്പിയുടെ അഗ്രഭാഗത്ത് മെഴുക് ഉപയോഗിച്ച് മുട്ടുസൂചി ഉറപ്പിക്കുക. 3 കമ്പിയും ചേരുന്ന ഭാഗം സ്പിരിറ്റ് ലാമ്പ് ഉപയോഗിച്ച് തുല്യ അളവിൽ താപം കിട്ടത്തക്ക വിധം ചൂടാക്കുക. എന്താണ് നിരീക്ഷിക്കുന്നത്? ഒരേ സമയത്താണോ രണ്ടും വീഴുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരേ സമയത്ത് വീഴുമോ? ഇല്ല. എല്ലാ സുചാലകങ്ങളും ഒരേ അളവിലല്ല താപം പ്രേഷണം ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് എല്ലാ സുചാലകങ്ങളിലും ഒരേ അളവിലല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി താപപ്രേഷണം ദ്രാവകങ്ങളിൽ. അപ്പോൾ ഇവിടെയും ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്? അടിയുരുണ്ട ഒരു ഫ്ലാസ്ക്, ഇവിടെ ചിത്രം കാണുന്നുണ്ടല്ലോ. അതിൽ 1/4 ഭാഗത്തോളം വെള്ളം എടുത്തിട്ടുണ്ട്. ഒരു അലുമിനിയം ഫോയിൽ കഷ്ണത്തിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ ഏതാനും തരികൾ എടുത്ത് മടക്കി അമർത്തി പൊതിയുക. അതിനെ മുട്ടുസൂചി ഉപയോഗിച്ച് ഒരു ചെറിയ ദ്വാരമിട്ടതിന് ശേഷം ഫ്ലാസ്കിലെ ജലത്തിൽ താഴ്ത്തി വയ്ക്കുക. സ്പിരിറ്റ് ലാമ്പ് ഉപയോഗിച്ച് ഫ്ലാസ്ക് ചൂടാക്കുക. ഇവിടെ ചിത്രത്തിൽ കാണുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? ചൂടാക്കിയപ്പോൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് കലർന്ന ജലം ഏതു ഭാഗത്തേക്കാണ് നീങ്ങുന്നത്? തുടർന്ന് ഈ ജലപ്രവാഹം എങ്ങോട്ടാണ് നീങ്ങുന്നത്? എന്താണ് സംഭവിക്കുന്നത്? അതായത് താപം നൽകുന്ന സമയത്ത് ജലം ചൂടുപിടിച്ച് മേലോട്ട് പോവുകയും തണുത്ത ജലം എന്ത് ചെയ്യുന്നു? ആ ഭാഗത്തേക്ക് എത്തുകയുമാണ് ചെയ്യുന്നത്. ചൂടുപിടിച്ച ജലതന്മാത്രകളുടെ സഞ്ചാരം മൂലമാണ് ജലത്തിൽ എന്ത് ചെയ്യുന്നത്? താപം പ്രേഷണം ചെയ്യപ്പെടുന്നത്. അതാണ് അവിടുത്തെ പോയിന്റ്, പഠിച്ചു വെച്ചേക്കുക. ചൂടുപിടിച്ച ജലതന്മാത്രകളുടെ സഞ്ചാരം മൂലമാണ് ജലത്തിൽ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു എന്ത്? താപപ്രേഷണം ലോഹങ്ങളിൽ എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ആക്സോ ബ്ലേഡൊക്കെ പറഞ്ഞപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? തന്മാത്രകൾക്ക് ചലനം ഉണ്ടാവുന്നില്ല അല്ലേ. തന്മാത്രകൾക്ക് അവിടെ ചലനം ഉണ്ടാവുന്നില്ല. ഒരു തന്മാത്ര ചൂടായി ആ ചൂടാണ് അല്ലേ തന്മാത്രയിൽ നിന്ന് മറ്റൊരു തന്മാത്രയിലോട്ട് പ്രവഹിക്കുന്നത്. അതാണ് ചാലനം എന്ന് പറഞ്ഞത്. എന്നാൽ ദ്രാവകങ്ങളിൽ എന്താണ് ചെയ്യുന്നത്? ദ്രാവകങ്ങളിൽ ജലം ചൂടാകുന്ന സമയത്ത് ജലതന്മാത്രകളുടെ സഞ്ചാരം മൂലമാണ്, തന്മാത്രകൾ സഞ്ചരിക്കുന്നതിലൂടെയാണ് ജലത്തിൽ എന്ത് ചെയ്യുന്നത്? താപം പ്രേഷണം ചെയ്യപ്പെടുന്നത്. അത് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ഡിഫറൻസ്, ലോഹങ്ങളിൽ തന്മാത്രകൾ എന്ത് ചെയ്യുന്നില്ല? നീങ്ങുന്നില്ല, തന്മാത്രകൾ സഞ്ചരിക്കുന്നില്ല. ജലത്തിൽ എന്താണ്? തന്മാത്രകളുടെ ചലനം മൂലമാണ് താപം പ്രേഷണം ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്ത മെത്തേഡാണ്, താപപ്രേഷണ രീതിയാണ് സംവഹനം അഥവാ കൺവെക്ഷൻ. ഓക്കെ, സംവഹനം. എന്താണ് സംവഹനം?
തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് എന്ത്? സംവഹനം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ എന്താണ്, ജലത്തിൽ തന്മാത്രകളുടെ സഞ്ചാരം മൂലമാണ് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് എന്ത്? സംവഹനം. അപ്പോൾ ജലത്തിൽ ഏത് രീതിയിലാണ്? സംവഹനം മൂലമാണ് എന്ത് നടക്കുന്നത്? താപം പ്രേഷണം ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇനി വാതകങ്ങളുടെ കാര്യമാണ് പറയുന്നത്. നമ്മൾ ലോഹങ്ങളിൽ പറഞ്ഞു ചാലനം വഴിയാണ്, ജലത്തിൽ എന്താണ്? ദ്രാവകത്തിൽ എന്താണ്? സംവഹനം വഴിയാണ്. ഇനി വാതകങ്ങളിൽ പറയുവാണ് പുകയുടെ വഴി. ഓക്കെ, അപ്പോൾ ഇവിടെയും ഒരു പരീക്ഷണമാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? മേശപ്പുറത്ത് ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ച് കൂടിനുള്ളിൽ ഒരു മെഴുകുതിരി വരത്തക്ക വിധം കൂട് ക്രമീകരിക്കുക. ദ്വാരമിട്ട ഭാഗം കൂടിൻ്റെ അടിഭാഗത്ത് വരണം. വശത്തെ ദ്വാരത്തിന് സമീപത്തായി കത്തിച്ച ചന്ദനത്തിരി കൊണ്ടുവരിക. പുകയുടെ പ്രവാഹത്തിൻ്റെ ദിശ മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? കൂടിനകത്തെ വായു ചൂട് പിടിച്ച് മേലോട്ട് ഉയരുമ്പോൾ ആ ഭാഗത്തേക്ക് സുഷിരത്തിലൂടെ തണുത്ത വായു പ്രവഹിക്കുന്നു. ഈ പ്രവാഹത്തോടൊപ്പം ചന്ദനത്തിരിയുടെ പുകയും അകത്തേക്ക് കടക്കുന്നു. ഇവിടെയും ദ്രാവകത്തിലേതുപോലെ തന്നെ കണികകളുടെ യഥാർത്ഥമായ ചലനം മുഖേനയാണ് താപം ഒരു ഭാഗത്ത് നിന്നും മറ്റൊരു ഭാഗത്തേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അപ്പോൾ വാതകങ്ങളിലും ദ്രാവകങ്ങളിലും എന്താണ്? സംവഹനം വഴിയാണ് താപം പ്രേഷണം ചെയ്യപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? തന്മാത്രകളുടെ ചലനം മൂലമാണ് വാതകങ്ങളിലും ദ്രാവകങ്ങളിലും താപപ്രേഷണം നടക്കുന്നത്. അപ്പോൾ ലോഹങ്ങളിൽ എങ്ങനെയാണ് താപപ്രേഷണം നടക്കുന്നത്? ചാലനം വഴിയാണ്. വാതകങ്ങളിലും ദ്രാവകങ്ങളിലും പ്രധാനമായിട്ട് താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് സംവഹനം എന്ന് പറയുന്ന മെത്തേഡ് വഴിയാണ്. ഓക്കെ, സംവഹനം വഴിയാണ്. ഇനി അടുത്തത് സൂര്യനിൽ നിന്ന് എങ്ങനെയാണ് താപപ്രേഷണം ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സൂര്യനിൽ നിന്ന് എങ്ങനെയാണ്? അപ്പോൾ സൂര്യനിൽ നിന്ന് താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം. എന്താണ്? വികിരണം. എന്താണ്? മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ തന്നെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിക്കാണ് വികിരണം എന്ന് പറയുന്നത്. മിനുസമുള്ള പ്രതലം വികിരണ താപത്തെ പ്രതിപദിപ്പിക്കും. ഓക്കെ, അപ്പോൾ മാധ്യമത്തിൻ്റെ സഹായം ഒന്നുമില്ലാതെയാണ് സൂര്യൻ്റെ രശ്മികൾ നമ്മൾ താഴോട്ട് ഭൂമിയിലോട്ട് എത്തുന്നത് അല്ലേ? അപ്പോൾ മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ തന്നെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിക്കാണ് വികിരണം എന്ന് പറയുന്നത്. അപ്പോൾ വികിരണം വഴി താപം പ്രസരണം ചെയ്യപ്പെടുന്ന സന്ദർഭങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന വൈദ്യുത ബൾബിൽ നിന്ന് താപം താഴെ എത്തുന്നത്, ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയിക്കുന്നത്, തീ കായുമ്പോൾ നമുക്ക് താപം ലഭിക്കുന്നത്. ഇതെല്ലാം എന്താണ്? വികിരണം വഴിയാണ്. ഓക്കെ, അവിടെ ഇടയിലൊരു മാധ്യമം ഇല്ല അല്ലേ? പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന വൈദ്യുത ബൾബിൽ നിന്ന് താപം താഴേക്ക് എത്തുന്നത്, ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയിക്കുന്നത്, തീ കായുമ്പോൾ നമുക്ക് താപം ലഭിക്കുന്നത്. ഇതെല്ലാം എന്താണ്? വികിരണമാണ്. ഓക്കെ, അപ്പോൾ ചാലനം, സംവഹനം, വികിരണം, ഇത് 3 കോളായിട്ട് കൊടുത്തിട്ടുണ്ട്. ചാലനം എന്തായിരുന്നു? തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ ഒരു വസ്തുവിൻ്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് എന്ത്? ചാലനം. അവിടെ തന്മാത്രകൾ സ്ഥാനമാറ്റം ഇല്ല. സംവഹനം എന്ന് പറയുമ്പോൾ ദ്രാവകങ്ങളിലും വാതകങ്ങളിലും തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് സംവഹനം എന്ന് പറയുന്നത്. അടുത്തത് വികിരണം. വികിരണം എന്ന് വെച്ചാൽ എന്താണ്? മാധ്യമത്തിൻ്റെ സഹായമൊന്നുമില്ലാതെ തന്നെ താപം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതിയാണ്, എത്തുന്ന രീതിയാണ് വികിരണം എന്ന് പറയുന്നത്. ഇനി ആഹാരപദാർത്ഥങ്ങളിൽ ഏറെ നേരെ ചൂട് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ചാലനം, സംവഹനം, വികിരണം എന്നീ രീതികളിൽ താപപ്രേഷണം നടക്കുന്നത് കുറയ്ക്കാൻ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഹാരപദാർത്ഥങ്ങളിൽ ഏറെ നേരം ചൂട് നിലനിർത്താനായിട്ട് പറ്റും. ഓക്കെ, ചാലനം, സംവഹനം, വികിരണം, നമ്മൾ 3 തരത്തിലുള്ള താപപ്രേഷണ രീതികൾ പഠിച്ചു. ആ രീതികളിലൊക്കെ താപപ്രേഷണം നടക്കുന്നത് കുറയ്ക്കാൻ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ആഹാരപദാർത്ഥങ്ങളിൽ ഏറെ നേരം ചൂട് നിലനിർത്താനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ വീട്ടുപകരണങ്ങളിലാണ്, ഇപ്പോൾ കാസറോള് അല്ലെങ്കിൽ ഫ്ലാസ്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ അതിനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും, അതായത് ചൂട് നിലനിർത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ തെർമോഫ്ലാസ്കിൻ്റെ ആ ചൂട് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് തെർമോഫ്ലാസ്കിൻ്റെ ഭാഗത്ത് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. അതായത് സ്ഫടിക പാത്രവും അടപ്പും കൊടുത്തിട്ടുണ്ട്, ഇരട്ട ഭിത്തികൾക്കിടയിലെ ശൂന്യമായ സ്ഥലം കൊടുത്തിട്ടുണ്ട്, സിൽവർ ലവണങ്ങൾ പൂശിയ ഉൾഭാഗമുള്ള പ്രതലം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എന്താണ്? തെർമോഫ്ലാസ്കിൽ കൊടുത്തിട്ടുള്ളത്. അതായത് ആഹാരപദാർത്ഥങ്ങളുടെ ചൂട് നിലനിൽക്കാൻ വേണ്ടിയിട്ട് തെർമോഫ്ലാസ്കിൽ ചെയ്തിട്ടുള്ള സംവിധാനങ്ങളാണ്. ഓക്കെ, ഇനി താപീയ വികാസം
ഖരവസ്തുക്കളിൽ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും ഒരു പരീക്ഷണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് താപീയ വികാസം നടക്കുന്നത് ഖരവസ്തുക്കളിൽ എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അതായത് താപം ലഭിക്കുമ്പോൾ ഖരവസ്തുക്കൾ എന്ത് ചെയ്യുന്നു? വികസിക്കുന്നു. ഓക്കെ, താപം നഷ്ടപ്പെടുമ്പോൾ അവ എന്ത് ചെയ്യുന്നു? സങ്കോചിക്കുന്നു. നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ? താപം ലഭിക്കുന്ന സമയത്ത് ഖരവസ്തുക്കൾ വികസിക്കുകയും താപം നഷ്ടപ്പെടുമ്പോൾ എന്ത് ചെയ്യുന്നു? അവ സങ്കോചിക്കുകയുമാണ് ചെയ്യുന്നത്. ഇനി താപീയ വികാസം ദ്രാവകങ്ങളിലാണെങ്കിലോ, താപം ലഭിക്കുന്ന സമയത്ത് ദ്രാവകങ്ങൾ എന്ത് ചെയ്യും? വികസിക്കുന്നു. തണുക്കുന്ന സമയത്ത് സങ്കോചിക്കുന്നു. ഓക്കെ, ഇത് ഖരങ്ങളിലാണെങ്കിലും ദ്രാവകങ്ങളിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. താപം ലഭിക്കുന്ന സമയത്ത് വികസിക്കുന്നു, തണുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? സങ്കോചിക്കുകയാണ് ചെയ്യുന്നത്. ഇനി താപനില അളക്കാം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സങ്കോചിക്കുവാനും വികസിക്കുവാനുമുള്ള ദ്രാവകങ്ങളുടെ കഴിവ് പ്രയോജനപ്പെടുത്തിയാണ് ലബോറട്ടറി തെർമോമീറ്ററും ക്ലിനിക്കൽ തെർമോമീറ്ററും പ്രവർത്തിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു താപം ലഭിക്കുന്ന സമയത്ത് സങ്കോചിക്കുകയും വികസിക്കുകയും ഒക്കെ ചെയ്യും അല്ലെ, ദ്രാവകങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോൾ സങ്കോചിക്കുവാനും വികസിക്കുവാനുമുള്ള ഈ ദ്രാവകങ്ങളുടെ കഴിവ് പ്രയോജനപ്പെടുത്തിയിട്ടാണ് തെർമോമീറ്ററും ക്ലിനിക്കൽ തെർമോമീറ്ററും ഒക്കെ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് തെർമോമീറ്ററിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. തെർമോമീറ്ററിൻ്റെ അഗ്രഭാഗത്തുള്ള ബൾബിൽ മെർക്കുറിയാണ് ഉള്ളത്. നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. തെർമോമീറ്ററിൻ്റെ അഗ്രഭാഗത്തുള്ള ബൾബിൽ കാണുന്നത് എന്താണ്? മെർക്കുറിയാണ്. ബൾബിനോട് ചേർന്ന് വായുവില്ലാത്ത ഒരു നേർത്ത കുഴലുണ്ട്. കുഴലിൽ എന്തുണ്ട്? അളവുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ക്ലിനിക്കൽ തെർമോമീറ്റർ കൈമുട്ടിൻ്റെ മടക്കിൽ വെച്ച് ശരീര താപനില പരിശോധിക്കൂ, അളവ് കുറിച്ചു വയ്ക്കുമല്ലോ എന്ന് പറഞ്ഞ് ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു പരീക്ഷണം പോലെ. അപ്പോൾ ഇവിടെ ക്ലിനിക്കൽ തെർമോമീറ്ററിൻ്റെയും ലബോറട്ടറി തെർമോമീറ്ററിൻ്റെയും പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുക, തെർമോമീറ്ററുകൾ. ക്ലിനിക്കൽ തെർമോമീറ്ററിൽ ലാബ് തെർമോമീറ്ററിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബൾബിന് മുകളിൽ എന്തുണ്ട്? ഒരു ഇടുങ്ങിയ ഭാഗമുണ്ട്. ഇവിടെ ക്ലിനിക്കൽ തെർമോമീറ്റർ ഏതാണ്? ഇതാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ. ലബോറട്ടറി തെർമോമീറ്ററിൽ നിന്നും എന്താണ് വ്യത്യാസം? ബൾബിന് മുകളിൽ ഒരു ഇടുങ്ങിയ ഭാഗമുണ്ട്. ഓക്കെ, ബൾബിന് മുകളിൽ ഒരു ഇടുങ്ങിയ ഭാഗമുണ്ട് ഇവിടെ ക്ലിനിക്കൽ തെർമോമീറ്ററിൽ. ഇനി ക്ലിനിക്കൽ തെർമോമീറ്റർ ശരീര താപനില അളക്കാൻ വേണ്ടി മാത്രമാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഓക്കെ, ക്ലിനിക്കൽ തെർമോമീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ്? ശരീര താപനില അളക്കാൻ വേണ്ടി മാത്രമാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അപ്പോൾ ശരീര താപനില അളക്കാൻ വേണ്ടിയിട്ടുള്ളത് ഏതാണ് തെർമോമീറ്റർ? ക്ലിനിക്കൽ തെർമോമീറ്റർ ആണ്. 200 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള താപനിലയെ അളക്കാൻ ലബോറട്ടറി തെർമോമീറ്റർ ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, 200 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള താപനില അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ലബോറട്ടറി തെർമോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ തെർമോമീറ്ററിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. അടുത്തത് താപീയ വികാസം വാതകങ്ങളിൽ എങ്ങനെയാണ്? വാതകങ്ങൾ താപം ലഭിക്കുമ്പോൾ വികസിക്കുകയും തണുക്കുമ്പോൾ സങ്കോചിക്കുകയും ചെയ്യുന്നു. നമുക്കറിയുന്നത് തന്നെയാണ് അല്ലേ? താപം ലഭിക്കുന്ന സമയത്ത് വികസിക്കുന്നു, തണുക്കുമ്പോൾ സങ്കോചിക്കുകയും ചെയ്യുന്നു. ഇനി താപീയ വികാസം നിത്യജീവിതത്തിൽ എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ താപീയ വികാസം നിത്യജീവിതത്തിൽ എന്ന് പറയുന്ന ആ സന്ദർഭത്തിന് എക്സാമ്പിളായിട്ട് നമുക്ക് പഠിക്കേണ്ടതാണ് കടൽക്കാറ്റ്, കരക്കാറ്റ്. ഓക്കെ, അപ്പോൾ എന്താണ് കടൽക്കാറ്റ്? കടൽക്കാറ്റ് എന്ന് പറയുമ്പോൾ കരയ്ക്കും കടലിനും സൂര്യതാപം ലഭിക്കുന്നത് ഒരുപോലെയാണോ? അല്ല, അല്ലേ? കരയ്ക്കും കടലിനും സൂര്യതാപം ലഭിക്കുന്നത് ഒരുപോലെയല്ല. എന്നാൽ കരയ്ക്കും കടലിനും താപം സ്വീകരിക്കുവാനുള്ള കഴിവ് എന്താണ്? വ്യത്യസ്തമാണ് അല്ലേ? കരയ്ക്കും കടലിനും താപം സ്വീകരിക്കുവാനുള്ള കഴിവ് വ്യത്യസ്തമാണ്. പകൽ സമയത്ത് സൂര്യതാപത്താൽ കര വേഗം ചൂടുപിടിക്കുന്നു അല്ലേ? പകൽ സമയത്ത് കര പെട്ടെന്ന് ചൂടുപിടിക്കുന്നു. എന്നാൽ കടലിലെ ജലം എന്ത് ചെയ്യുന്നു? സാവധാനത്തിൽ മാത്രമേ ചൂടുപിടിക്കുകയുള്ളൂ. കരയുടെ മുകളിലുള്ള വായു ചൂടുപിടിച്ച് വികസിച്ച് മുകളിലേക്ക് ഉയരുന്നു. ഈ സമയം എന്ത് ചെയ്യുന്നു? കടലിൽ നിന്നുള്ള ചൂട് കുറഞ്ഞ വായു കരയിലേക്ക് പ്രവഹിക്കും. ഇതിനെയാണ് കടൽക്കാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പകൽ സമയത്ത് സൂര്യതാപത്താൽ കര ചൂടുപിടിക്കുന്ന സമയത്ത് കടലിലെ ജലം സാവധാനത്തിലാണ് ചൂടുപിടിക്കുന്നത്. അപ്പോൾ കര നല്ലപോലെ ചൂടായിട്ട് ഈ വായു വികസിച്ച് എന്ത് ചെയ്യുന്നു? മുകളിലോട്ട് പോകുന്ന സമയത്ത് കടലിൽ നിന്നുള്ള ചൂട് കുറഞ്ഞ വായു കരയിലേക്ക് പ്രവഹിക്കും. അപ്പോൾ കടലിൽ നിന്നും കരയിലോട്ടാണ് കാറ്റ് വീശുന്നത് പകൽ സമയത്ത്. ഇതാണ് കടൽക്കാറ്റ്. ഓക്കെ, അപ്പോൾ പകൽ സമയത്താണ് കടൽക്കാറ്റ് ഉണ്ടാവുക. കടൽക്കാറ്റ് എന്ന് പറയുന്നത് കടലിൽ നിന്നും കരയിലോട്ടാണ് വീശുന്നത്. കരയ്ക്കായിരിക്കും ചൂട് കൂടുതൽ. ഓക്കെ, ചൂട് കൂടുതലുള്ള കരയിൽ വായു വികസിച്ച് മുകളിലോട്ട് പോകുമ്പോൾ കടലിൽ നിന്നും ചൂട് കുറഞ്ഞ വായു കരയിലേക്ക് പ്രവഹിക്കുന്നതാണ് കടൽക്കാറ്റ്. പകൽ സമയത്താണ് വീശുന്നത്. അത് മനസ്സിലായല്ലോ. ഇനി കരക്കാറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്.
കരവേഗത്തിൽ എന്ത് ചെയ്യും? രാത്രിയാവുമ്പോൾ കരവേഗത്തിൽ തണുക്കും. കടൽ എന്ത് ചെയ്യുള്ളൂ? സാവധാനമേ തണുക്കത്തുള്ളൂ. അപ്പോൾ കടൽ വേഗത്തിൽ തണുക്കുന്ന സമയത്ത് കടലിൽ നിന്നും കരയിൽ നിന്നും കടലിലോട്ടാണ് കാറ്റ് വീശുന്നത്. അതാണ് കരക്കാറ്റ്. നോക്കുക, രാത്രിയിൽ എന്ത് ചെയ്യുന്നു? കര വേഗം തണുക്കുന്നു, കടൽ വളരെ സാവധാനമാണ് തണുക്കുന്നത്. അതുകൊണ്ട് കടലിന് മുകളിലുള്ള വായു എന്ത് ചെയ്യുന്നു? കരയ്ക്ക് മുകളിലെ വായുവിനേക്കാൾ കൂടുതൽ വികസിച്ചിരിക്കും. അപ്പോൾ കരയ്ക്ക് മുകളിലെ വായു കടലിന് മുകളിലേക്ക് പ്രവഹിക്കും. ഇതിനെയാണ് കരക്കാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കടൽക്കാറ്റ് ഉണ്ടാവുന്നത് പകലിലാണ്, കരക്കാറ്റ് ഉണ്ടാവുന്നത് രാത്രിയാണ്. കടൽക്കാറ്റ് എന്ന് പറയുന്നത് കടലിൽ നിന്നും കരയിലോട്ടാണ് വീശുന്നത്. കരക്കാറ്റ് എന്ന് പറയുമ്പോൾ കരയിൽ നിന്നും കടലിലോട്ടാണ് വീശുന്നത്. ഓക്കെ, ഇത് രണ്ടും മനസ്സിലായല്ലോ. കടൽക്കാറ്റും കരക്കാറ്റും. താപീയ വികാസം നിത്യജീവിതത്തിൽ, അതിന് എക്സാമ്പിളാണ് കടൽക്കാറ്റും കരക്കാറ്റും. ഇനി കാറ്റിൻ്റെ ദിശയാണ് പറയുന്നത്. കാറ്റിൻ്റെ ദിശയെക്കുറിച്ച് പറയുമ്പോൾ സൂര്യപ്രകാശം ലംബമായി പതിക്കുന്നത് അധികവും എവിടെയാണ്? ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലാണ്. ഓക്കെ, സൂര്യപ്രകാശം ലംബമായി പതിക്കുന്നത് ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലാണ്. ഈ പ്രദേശങ്ങളിൽ അധികം ചൂട് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശൈത്യമേഖല, മിതോഷ്ണമേഖല, ഉഷ്ണമേഖല, മിതോഷ്ണമേഖല, ശൈത്യമേഖല ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഭൂമധ്യരേഖാ പ്രദേശത്ത് സൂര്യരശ്മി ലംബമായി പതിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ഇവിടെ മിതോഷ്ണ മേഖലയിൽ താരതമ്യേന ചൂട് കുറഞ്ഞ വായുവാണ്. അപ്പോൾ ആ കാറ്റ് വീശുന്നു, ചൂട് പിടിച്ച വായു എന്ത് ചെയ്യുന്നു? ഭൂമധ്യരേഖാ പ്രദേശത്ത് ലംബമായി പതിക്കുന്നത് കൊണ്ട് ഇവിടെ ചൂട് കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ ചൂട് കൂടുന്ന സമയത്ത് ചൂട് പിടിച്ച വായു മുകളിലോട്ട് പ്രവഹിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ചൂട് കുറഞ്ഞ മിതോഷ്ണ മേഖലയിലുള്ള താരതമ്യേന ചൂട് കുറഞ്ഞ വായു ഇങ്ങോട്ട് വീശുകയാണ് ചെയ്യുക, ഭൂമധ്യരേഖാ പ്രദേശത്തോട്ട് വീശുകയാണ് ചെയ്യുക അല്ലേ. ഭൂമധ്യരേഖാ പ്രദേശത്താണ് ചൂട് കൂടുതൽ. അപ്പോൾ മിതോഷ്ണ മേഖലകളിൽ നിന്നും എങ്ങോട്ട് വീശുന്നു? ഭൂമധ്യരേഖാ പ്രദേശത്തോട്ടാണ്. ചൂട് പിടിച്ച വായു മുകളിലോട്ട് ഉയരുമ്പോൾ അങ്ങോട്ടാണ് വീശുന്നത്. ഓക്കെ, അടുത്തത് നോക്കുക, മൺസൂൺ മഴ. മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലാണ് ഇന്ത്യയിൽ സൂര്യപ്രകാശം ഏറ്റവും ലംബമായിട്ട് പതിക്കുന്നത്. അപ്പോൾ ഉപരിതല വായു ചൂടുപിടിച്ച് വികസിക്കുന്നു. ഈ സമയം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മർദ്ദം കൂടിയ ഭാഗങ്ങളിൽ നിന്ന് നീരാവി നിറഞ്ഞ കാറ്റ് ഇന്ത്യയിലേക്ക് വീശുന്നു. ഇത് മൺസൂൺ മഴയ്ക്ക് കാരണമാകുന്നു. വായുവിൽ പെട്ടെന്നുണ്ടാവുന്ന സങ്കോച വികാസങ്ങൾ ശക്തമായ കാറ്റിന് കാരണമാകുന്നു. ചുഴലിക്കാറ്റ്, കൊടുങ്കാറ്റ് മുതലായവ വലിയ നാശനഷ്ടങ്ങൾ. അപ്പോൾ മൺസൂൺ എന്ന് പറയുന്നത്, മൺസൂണിന് കാരണമാവുന്നത് എന്തുകൊണ്ടാണ്? മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിൽ ഇന്ത്യയിൽ സൂര്യപ്രകാശം ഏറ്റവും ലംബമായിട്ട് പതിക്കുന്നത് മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലാണ്. അപ്പോൾ ഉപരിതല വായു ചൂടുപിടിച്ച് വികസിക്കുന്ന സമയത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മർദ്ദം കൂടിയ ഭാഗങ്ങളിൽ നിന്ന് നീരാവി എന്ത് ചെയ്യുന്നു? നീരാവി നിറഞ്ഞ കാറ്റ് ഇന്ത്യയിലേക്ക് വീശുന്നു. ഇതാണ് മൺസൂൺ മഴയ്ക്ക് കാരണം എന്ന് പറയുന്നത്. അത് ഓർത്തിരിക്കുക. ഇനി ശക്തമായ കാറ്റും മഴയും ഉള്ളപ്പോൾ, അതിനു മുന്നേ നമുക്ക് കാറ്റും മഴയും എന്നുള്ളത് നോക്കാം. ശക്തമായ കാറ്റും മഴയും ഉള്ളപ്പോൾ ഉയരമുള്ള മരത്തിന് താഴെ നിൽക്കുന്നത് അപകടമാണ്. എന്തുകൊണ്ടാണ്? അപ്പോൾ അതവിടെ പറയുന്ന കാര്യങ്ങൾ നോക്കുക. ശക്തമായ കാറ്റും മഴയും ഉള്ളപ്പോൾ ഒറ്റപ്പെട്ടതും ഉയരമുള്ളതുമായിട്ടുള്ള മരത്തിന് താഴെ നിൽക്കരുത്. ശക്തമായ കാറ്റും മഴയുള്ളപ്പോൾ ഒറ്റപ്പെട്ടതും ഉയരമുള്ളതുമായിട്ടുള്ള മരത്തിന് താഴെ നിൽക്കരുത്. യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ യാത്ര നിർത്തി സുരക്ഷിതമായ സ്ഥലത്ത് നിർത്തണം. വൈദ്യുതി ലൈനുകൾ പൊട്ടി വീണ് അപകടമുണ്ടാവാനുള്ള സാധ്യത മനസ്സിലാക്കി വേണ്ട മുൻകരുതലുകൾ എടുക്കണം. ബലക്ഷയമുള്ള കെട്ടിടങ്ങൾക്കകത്ത് നിൽക്കരുത്. ജലാശയങ്ങളിലാണെങ്കിൽ ഉടൻ തന്നെ കരയ്ക്ക് കയറി സുരക്ഷിത സ്ഥാനത്തേക്ക് നിൽക്കേണ്ടതാണ്. ഇത് നമുക്കറിയുന്നതാണ്. കാറ്റും മഴയുള്ളപ്പോൾ അല്ലെങ്കിൽ മിന്നലൊക്കെ ഉള്ള സമയത്ത് എന്താണ് നമ്മൾ സുരക്ഷിതമായിട്ടിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ, അതായത് താപമൊഴുകുന്ന വഴികൾ എന്ന് പറയുന്ന 7ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ചാലനം, സംവഹനം, വികിരണം എന്ന് പറയുന്ന മെത്തേഡ്സ് ആണ്. ഓക്കെ, താപപ്രേഷണ രീതികളാണ്. ചാലനം എന്ന് പറയുമ്പോൾ ലോഹങ്ങളിലാണ്, സംവഹനം വികിരണവും ദ്രാവകങ്ങളിലും വാതകങ്ങളിലും നടക്കുന്നതാണ്. പിന്നീട് നമ്മൾ എന്താണ് ഗുഡ് കണ്ടക്ടേഴ്സ്, പുവർ കണ്ടക്ടേഴ്സ് പറഞ്ഞാൽ സുജാലകങ്ങൾ, കുജാലകങ്ങൾ, അതിൻ്റെ എക്സാമ്പിൾ പറയുക. അതുപോലെ തന്നെ ആഹാരങ്ങളിൽ നിന്നും ചൂട് നഷ്ടമാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സംവിധാനങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് പഠിക്കേണ്ടത്. പിന്നീട് താപീയ വികാസം നിത്യജീവിതത്തിൽ എന്ന് പറഞ്ഞ് കടൽക്കാറ്റ് പഠിച്ചു, കരക്കാറ്റ് പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഒന്ന് ഓടിച്ച് പഠിച്ചേക്കാം. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കാം. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്, ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ, വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പഠിക്കാനുള്ളത് നോക്കുക. ഇവിടെ കുറച്ച് ഉപകരണങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഉപയോഗവും ഊർജ്ജമാറ്റവും. ഇത് നമ്മൾ
എന്താണ് ഊർജ്ജവും അതിൻ്റെ പരിവർത്തനവും എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചതാണ്. എങ്ങനെയാണ് ഒരു ഊർജ്ജത്തിൽ നിന്നും മറ്റൊരു ഊർജ്ജത്തിലോട്ട് മാറുന്നത്, ഏതൊക്കെ ഉപകരണങ്ങൾ ഏതൊക്കെ ഊർജ്ജമാറ്റമാണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അത് വീണ്ടും പറയുന്നില്ല. ആ ഒരു ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ. ഇനി വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ ഒരു പരീക്ഷണം കൊടുത്തിട്ടുണ്ട്. നിക്രോം കമ്പി ഇതാ നോക്കുക, ഏകദേശം 5 സെൻറ്റിമീറ്റർ ഉള്ള നിക്രോം കമ്പി, 6 വോൾട്ടേജ് സ്റ്റോറേജ് ബാറ്ററി, കണക്ഷൻ വയറുകളൊക്കെ വെച്ചിട്ടൊരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുക, സർക്യൂട്ടിലൂടെ വൈദ്യുതി കടത്തിവിടുമ്പോൾ നിക്രോം കമ്പി ചൂടാവുന്നത് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഊർജത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല. ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ മാത്രമേ കഴിയൂ. ഇത് നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഊർജ സംരക്ഷണ നിയമം എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഏത് ഊർജ്ജമാണ് താപോർജ്ജമായിട്ട് മാറിയത്? ഏത് ഊർജ്ജമാണ്? വൈദ്യുതി കടത്തിവിടുവാണ് അല്ലേ. അപ്പോൾ വൈദ്യുതോർജ്ജം എന്തായിട്ട് മാറുകയാണ്? താപോർജ്ജമായിട്ടാണ് ഇവിടെ മാറുന്നത് അല്ലേ. വൈദ്യുതോർജ്ജം താപോർജ്ജമായിട്ടാണ് മാറുന്നത്. ഇനി ഇവിടെ നോക്കുക, ഒരു കൂളോം ചാർജ് ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് ചലിപ്പിക്കാൻ ചെയ്യേണ്ട പ്രവൃത്തി 1 ജൂൾ ആണെങ്കിൽ ആ ബിന്ദുക്കൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 1 വോൾട്ട് ആയിരിക്കും. ഇത് ഓർത്തിരിക്കുക കേട്ടോ. ഒരു കൂളോം ചാർജ് ബിന്ദുവിൽ നിന്ന് മറ്റൊരു ബിന്ദുവിലേക്ക് ചലിപ്പിക്കാൻ ചെയ്യേണ്ട പ്രവൃത്തി 1 ജൂൾ ആണെങ്കിൽ ആ ബിന്ദുക്കൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയായിരിക്കും? 1 വോൾട്ട് ആയിരിക്കും. ഇനി ഇവിടെ ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ നിയമവും എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 1818 ജനിച്ച ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനായിട്ടുള്ള ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ താപോർജ്ജത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും താപം മൂലമുണ്ടാവുന്ന യാന്ത്രിക ചലനങ്ങളെക്കുറിച്ചും പഠനം നടത്തി. വൈദ്യുത പ്രവാഹം മൂലം ചാലകത്തിലുണ്ടാവുന്ന താപപരിമാണവുമായി ബന്ധപ്പെട്ടതും വാതകങ്ങളുടെ ഊർജം, അവയുടെ മർദ്ദം, വ്യാപ്തം, താപനില എന്നിവയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട 2 നിയമങ്ങളാണ് അദ്ദേഹത്തെ ശാസ്ത്രലോകത്ത് പ്രശസ്തനാക്കിയത്. അപ്പോൾ ജെയിംസ് പ്രെസ്കോട്ട് ജൂളിനെ ഓർത്തിരിക്കുക. ഇനി ഇവിടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നതാണ്, നിങ്ങളത് പഠിച്ചു വയ്ക്കുക. H=I²RT എന്ന് പറയുന്ന ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. അപ്പോൾ അതായത് ഇതിൽ നിന്നും നിക്രോം കമ്പി വൈദ്യുത പ്രവാഹത്തിൽ ചൂടായി വന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ സർക്യൂട്ടിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ താപോർജ്ജം രൂപപ്പെടുന്ന പ്രവർത്തനമാണ് ജൂൾ ഹീറ്റിംഗ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ജൂൾ ഹീറ്റിംഗ് എന്താണ്? നമ്മൾ പറഞ്ഞു നിക്രോം കമ്പി ചൂടാവുന്നത് എന്താണ്? വൈദ്യുതോർജ്ജം താപോർജ്ജമായിട്ട് മാറുകയാണ്. അപ്പോൾ ഇങ്ങനെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ താപോർജ്ജം രൂപപ്പെടുന്ന പ്രവർത്തനമാണ് എന്ത്? ജൂൾ ഹീറ്റിംഗ് എന്ന് അറിയപ്പെടുന്നത്. ജൂൾ ഹീറ്റിംഗ്. ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിൻ്റെ അളവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. H=I²RT എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഓരോന്നും എന്താണ്? H എന്ന് പറയുന്നത് എന്താണ്? ഹീറ്റാണ്. R എന്ന് പറയുന്നത് പ്രതിരോധമാണ്. I എന്ന് പറയുന്നത് എന്താണ്? വൈദ്യുത പ്രവാഹമാണ്. T എന്ന് പറയുന്നത് എന്താണ്? സമയമാണ്. അപ്പോൾ ഇതെല്ലാമാണ് എന്തിനെ സ്വാധീനിക്കുന്നത്? ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിൻ്റെ അളവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ H=I²RT എന്ന് പറയുന്ന ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. ഇനി അടുത്തത് ജൂൾ നിയമമാണ് പഠിക്കാനുള്ളത്. ജൂൾസ് ലോ. വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിൻ്റെ അളവ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിൻ്റെയും ചാലകത്തിൻ്റെ പ്രതിരോധത്തിൻ്റെയും വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തിൻ്റെയും ഗുണനഫലത്തിന് നേരനുപാതത്തിലായിരിക്കും. നമ്മൾ പറഞ്ഞു H=I²RT എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിൻ്റെ അളവ് H എന്ന് പറഞ്ഞാൽ താപമാണെന്ന് ഞാൻ പറഞ്ഞു. ദെൻ അതെന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ? വൈദ്യുത പ്രവാഹ തീവ്രതയുടെ അല്ലെ. I എന്ന് പറഞ്ഞാൽ വൈദ്യുത പ്രവാഹ തീവ്രത. വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിൻ്റെയും I² അല്ലേ. പിന്നെ ചാലകത്തിൻ്റെ പ്രതിരോധം R എന്ന് പറഞ്ഞാൽ പ്രതിരോധമാണ്. പ്രതിരോധത്തിൻ്റെയും വൈദ്യുതി പ്രവഹിക്കുന്ന സമയത്തിൻ്റെയും T എന്ന് പറഞ്ഞാൽ സമയമാണ്. അതിൻ്റെയും ഗുണനഫലത്തിന് നേരനുപാതത്തിലായിരിക്കും. H=I²RT ആണ്. അപ്പോൾ 1 ആംപയർ യൂണിറ്റിലുള്ള വൈദ്യുത പ്രവാഹ തീവ്രതയെയും 6 ഓം യൂണിറ്റിലുള്ള പ്രതിരോധത്തിൻ്റെയും T സെക്കൻഡ് യൂണിറ്റിലുള്ള സമയത്തെയും സൂചിപ്പിക്കുന്നു. ഓക്കെ, I എന്താണ്, R എന്താണ്, T എന്താണെന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇവിടെ H=I²RT എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്. നോക്കുക, 200 ഓം പ്രതിരോധമുള്ള ഒരു ചാലകത്തിലൂടെ 0.2 A വൈദ്യുതി 5 മിനിറ്റ് സമയം പ്രവഹിച്ചാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം എത്രയായിരിക്കും? താപം നമുക്കറിയാം H എന്താണ്?
I²RT ആണ്. ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? I എന്ന് പറയുന്നത് 0.2 A എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ് എന്താണ്? ആംപിയർ ആണ്. അതാണ് A എന്ന് പറയുന്നത്. അപ്പോൾ 0.2 എന്ന് പറയുന്നതാണ് എന്ത്? I എന്ന് പറയുന്നത്. ദെൻ സമയം T എന്ന് പറയുന്നത് എത്രയാണ്? T എന്ന് പറയുന്നത് 5 മിനിറ്റ് ആണ് T എന്ന് പറയുന്നത്. ദെൻ R എന്ന് പറയുന്നത് എത്രയാണ്? 200 ഓം. ഓം എന്ന് പറയുന്നതാണ് പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് അല്ലേ? അപ്പോൾ ആറിൻ്റെ യൂണിറ്റ് ആണ് ഓം എന്ന് പറയുന്നത്. ഓക്കെ, മാറിപ്പോരുത്. ആറിൻ്റെ യൂണിറ്റ്, അതായത് പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് ആണ് എന്ത്? ഓം എന്ന് പറയുന്നത്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഓം എന്നാണ് വായിക്കുക. അപ്പോൾ ആറിൻ്റെ യൂണിറ്റ് ആണ് ഓം എന്ന് പറയുന്നത്. ഐയുടെ യൂണിറ്റ് ആണ് എന്ത്? എ എന്ന് പറയുന്നത്. ഓക്കെ, വൈദ്യുത പ്രവാഹ തീവ്രത ഐയുടെ യൂണിറ്റ് ആണ് എ എന്ന് പറയുന്നത്. ടൈമിൻ്റെ യൂണിറ്റ് നമുക്കറിയാം സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാത്തിൻ്റെയും വാല്യൂ ഇവിടെ കിടപ്പുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. I²RTയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.2 ഹോൾ സ്ക്വയർ ഇൻറ്റു 200 ഇൻറ്റു 300. ഓക്കെ, 300 എന്ന് എങ്ങനെയാണ് ആയത്? 5 മിനിറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് എതിലെഴുതണം? സെക്കൻഡിലാണ് നമുക്ക് എഴുതേണ്ടത് അല്ലേ? അപ്പോൾ സെക്കൻഡിലോട്ട് മാറ്റുന്ന സമയത്ത് 5 × 60 ചെയ്യുമ്പോൾ നമുക്ക് 300 സെക്കൻഡ് എന്ന് കിട്ടും. അപ്പോൾ 0.2 ഹോൾ സ്ക്വയർ ഇൻറ്റു 200 ഇൻറ്റു 300 എന്ന് വരും. മൊത്തം 2400 ജൂൾ എന്നാണ് വരുന്നത്. അപ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം എന്ന് പറയുന്നത് എത്രയാണ്? 2400 ജൂളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക. ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിൻ്റെ അളവ് കണക്കാക്കുന്നതിന് H = I²RT എന്ന സമവാക്യത്തെ മറ്റു ചില രൂപങ്ങളിലും എഴുതി നോക്കാം. അപ്പോൾ H = I²RTനെ ഇവിടെ മാറ്റി എഴുതിയിട്ടുണ്ട്. എന്താണ്? ഇവിടെ I² എന്നുള്ളതിന് പകരം ഇവിടെ V/R, ഐയുടെ പകരം എന്താണ്? V/R² എന്നാണ് എഴുതിയിട്ടുള്ളത് അല്ലേ? അപ്പോൾ വിയും എന്താണ്? ആറും അറിയുമെങ്കിൽ കണ്ടുപിടിക്കേണ്ട ഇക്വേഷനാണ് തന്നിട്ടുള്ളത്. H = I² പകരം V/R² RT എന്നുള്ളത്. അപ്പോൾ ഇവിടെ അതിനൊരു പ്രോബ്ലം തന്നിട്ടുണ്ട്. 230 വോൾട്ട്. ഓക്കെ, വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ബൾബിൻ്റെ പ്രതിരോധം 920 ഓം ആണെങ്കിൽ 3 മിനിറ്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന താപത്തിൻ്റെ അളവ് കണ്ടെത്താം. അപ്പോൾ നേരത്തെ പോലെ V എന്ന് പറയുന്നത് നമുക്കറിയാം 230, R എന്ന് പറയുന്നത് എത്രയാണ്? 920 ഓം ആണ്. T എന്ന് പറയുന്നത് 3 മിനിറ്റ് ആണ് തന്നിട്ടുള്ളത്. സെക്കൻഡിലോട്ട് മാറുമ്പോൾ 3 × 60 ചെയ്യുമ്പോൾ അല്ലേ 180 സെക്കൻഡ് എന്ന് വരും. അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? V² അല്ലേ? V²/R ആണ് വരുന്നത്. അപ്പോൾ ദേ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 230 സ്ക്വയർ ഇൻറ്റു 3 × 60 ഡിവൈഡഡ് ബൈ 920 ചെയ്യുന്ന സമയത്ത് ദേ നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഇക്വേഷൻ ലഭിക്കുന്നത്. അപ്പോൾ H = VIT എന്ന സമവാക്യം ഉപയോഗിച്ച് ഇതേ പ്രശ്നം ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ H = I²RT, H = V/R² RT ഇക്വേഷൻ എല്ലാം പഠിച്ചു വെക്കുക കേട്ടോ. ഇനി നമ്മളിപ്പോൾ ചെയ്തില്ലേ അതേപോലെ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യേണ്ട 2 പ്രവർത്തനമാണ് കൊടുത്തിട്ടുള്ളത്. അത് അതിൽ തന്നെ സോൾവ് ചെയ്തിട്ടിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കുക കേട്ടോ. ഇനി അടുത്തത് പ്രതിരോധകങ്ങളുടെ ക്രമീകരണം സർക്യൂട്ടുകളിൽ. ഇവിടെ 2 രീതിയിലാണ് പ്രതിരോധകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കൂ, ഒന്ന് സമാന്തരമായിട്ടല്ലേ? ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്. ഇപ്പം ഇങ്ങനെ സമാന്തരമായിട്ട് ഘടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ ശ്രേണിയിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്. ഇങ്ങനെ ശ്രേണി രീതിയിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ 2 തരത്തിലാണ് ഇവിടെ പ്രതിരോധകങ്ങളുടെ ആദ്യത്തേത് നമ്മൾ പഠിക്കുന്നത് ശ്രേണി രീതിയാണ്. ശ്രേണി രീതി അഥവാ സീരീസ് കണക്ഷൻ. അപ്പോൾ ഇവിടെ സർക്യൂട്ടിൽ പ്രതിരോധകങ്ങളെ ഒന്നിനോടൊന്ന് തുടർച്ചയായി ബന്ധിപ്പിച്ച് സർക്യൂട്ട് ഒറ്റ പാതയിലൂടെ പൂർത്തിയാക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ശ്രേണി രീതി എന്ന് പറയുന്നത്. ഈ ശ്രേണി രീതിയിൽ പ്രതിരോധകങ്ങളെ ബന്ധിപ്പിക്കുമ്പോൾ സഫല പ്രതിരോധം കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ശ്രേണി രീതി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? അത് ഇങ്ങനെ കണ്ടോ, ഒന്നിനോട് അടുപ്പിച്ച് ഇങ്ങനെ പോകുന്നതാണ്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ശ്രേണി രീതി എന്ന് പറയുന്നത്. ശ്രേണി രീതിയിൽ പ്രതിരോധകങ്ങളെ ബന്ധിപ്പിക്കുമ്പോൾ സഫല പ്രതിരോധം എന്താണ് ചെയ്യുന്നത്? കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പ്രതിരോധകങ്ങളെ ബന്ധിപ്പിക്കുന്ന സമയത്ത് സഫല പ്രതിരോധം കൂടും. അപ്പോൾ പ്രതിരോധകങ്ങളെ ശ്രേണി രീതിയിൽ ബന്ധിപ്പിക്കുമ്പോൾ സർക്യൂട്ടിലെ പൊട്ടൻഷ്യൽ വ്യത്യാസം പ്രതിരോധകങ്ങൾക്കിടയിൽ എന്ത് ചെയ്യുന്നു? വിഭജിക്കപ്പെടുന്നു. അതായത് ഒന്നാമത്തെ പ്രതിരോധത്തിലുണ്ടായിട്ടുള്ള വോൾട്ടേജ് പ്ലസ് രണ്ടാമത്തേതിലുണ്ടായിട്ടുള്ള വോൾട്ടേജ്, അപ്പോൾ V1 + V2 അങ്ങനെ വന്ന് പോകും. ഓക്കെ, അപ്പോൾ കറണ്ട് I എല്ലാ പ്രതിരോധങ്ങളും എങ്ങനെയായിരിക്കും? ഒരുപോലെ ആയിരിക്കും. അപ്പോൾ I എന്ന് പറയുന്നത് ഒരുപോലെ ആയിരിക്കും. വോൾട്ടേജ് എന്ന് പറയുന്നത് V, പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നോക്കുക, സഫല പ്രതിരോധം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ്. ഓം നിയമം അനുസരിച്ച് V = എന്താണ്? I × R ആണ്.
ഇവിടെ R എന്ന് പറയുന്നത് എന്താണ്? സർക്യൂട്ടിലെ സഫല പ്രതിരോധമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ IR = IR1 + IR2. എന്തുകൊണ്ടാണ്? കറണ്ട് എന്ന് പറയുന്നത്, വൈദ്യുതി എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരുപോലെയാണ് അല്ലേ? വൈദ്യുത പ്രവാഹ തീവ്രത എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരുപോലെയാണ്. ഓമിലാണ്, അതായത് പ്രതിരോധത്തിലാണ്, ആറിലാണ് ഡിഫറൻസ് വരുന്നത് അല്ലേ? ആറിലാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ രണ്ട് ഇപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഇതൊരു ആറാണ്, ഇതൊരു പ്രതിരോധമാണ് അല്ലേ? രണ്ട് പ്രതിരോധം ഉണ്ടെങ്കിൽ രണ്ടും കൂടെ ആഡ് ചെയ്യണം. വൈദ്യുതി പ്രവാഹ തീവ്രതയിൽ വ്യത്യാസമൊന്നുമില്ല, I തന്നെയാണ്. അപ്പോൾ IR = IR1 + IR2 എന്നാണ് വരിക. അപ്പോൾ നമ്മളവിടെ R1 + R2 അങ്ങനെ എന്താണ് Iനെ പുറത്തോട്ട് എടുത്തിട്ട് R1 + R2 എന്ന് എഴുതുമ്പോൾ R = R1 + R2. അതായത് ശ്രേണി രീതിയിൽ പ്രതിരോധകങ്ങൾ ബന്ധിപ്പിക്കുമ്പോൾ സഫല പ്രതിരോധം പ്രതിരോധകങ്ങളുടെ ആകെ തുകയായിരിക്കും. പ്രതിരോധകങ്ങളുടെ മൂല്യങ്ങൾ തുല്യമാണെങ്കിൽ മൂല്യത്തെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ സഫല പ്രതിരോധം ലഭിക്കും. അപ്പോൾ പ്രതിരോധകങ്ങളുടെ ആകെ തുകയായിരിക്കും എന്തിൽ? ശ്രേണി രീതിയിൽ പ്രതിരോധകങ്ങൾ ബന്ധിപ്പിക്കുമ്പോൾ സഫല പ്രതിരോധം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സഫല പ്രതിരോധം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? R1 + R2. അതായത് എത്ര പ്രതിരോധം ഉണ്ടോ അതെല്ലാം കൂടെ കൂട്ടുന്നതായിരിക്കും ശ്രേണി രീതിയിൽ വരുന്നത്. അപ്പോൾ സഫല പ്രതിരോധം എന്താണ്? കൂടുതലാണ് വരിക. ഇനി സമാന്തര രീതി, പാരലൽ കണക്ഷൻ ആണെങ്കിൽ എന്താണ് വ്യത്യാസം? പാരലൽ എന്ന് പറയുമ്പോൾ ഇവിടെ R1 ഇവിടെ R2 ഇങ്ങനെ സമാന്തരമായിട്ടാണ് അത് കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ സമാന്തരമായിട്ട് ഘടിപ്പിക്കുമ്പോൾ കറണ്ട് ഓരോ ശാഖ വഴിയും വിഭജിച്ച് സർക്യൂട്ട് പൂർത്തിയാക്കുകയാണ് ചെയ്യുക. അപ്പോൾ സർക്യൂട്ടിലെ ആകെ കറണ്ട് ശാഖാ സർക്യൂട്ടുകളിലെ കറണ്ടുകളുടെ തുകയ്ക്ക് തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ വ്യത്യാസം വരുന്നത് എന്തിലാണ്? I, കറണ്ടിലും ഇവിടെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ I എന്ന് പറയുന്നത് I1 + I2 ആയിട്ട് എടുക്കണം. അങ്ങനെയാണെങ്കിൽ R ആണ് സഫല പ്രതിരോധമെങ്കിൽ ഓം നിയമം അനുസരിച്ച് എന്താണ്? V/R = V/R1 + V/R2 ആണ്. ഓക്കെ, എന്തുകൊണ്ടാണ്? I എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. I എന്ന് പറയുന്നതാണ് V/R എന്ന് പറയുന്നത്. അപ്പോൾ V/R1 + V/R2 എന്നാണ് വരിക. അതായത് V കോമൺ ആയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 1/R1 + 1/R2 എന്നാണ് വരുന്നത്. സോ R = എന്ത് വരും? R1 R2 / R1 + R2. ശ്രേണി രീതിയിലാണെങ്കിൽ എങ്ങനെയാണ്? R1 + R2 എന്ന് മാത്രമേ ഉള്ളൂ സഫല പ്രതിരോധം കാണാനുള്ള ഇക്വേഷൻ. സമാന്തര രീതിയിലാവുമ്പോൾ എന്താണ് ഇക്വേഷൻ? R1 R2 / R1 + R2 എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ സഫല പ്രതിരോധത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? R = 6 പ്രതിരോധമുള്ള N പ്രതിരോധകങ്ങളെ സമാന്തര രീതിയിൽ ഘടിപ്പിച്ചാൽ, ഇപ്പോൾ എണ്ണം എന്ന് പറയുന്നത് ഇപ്പോൾ 8 എണ്ണം ഉണ്ട്, 6 പ്രതിരോധം ഉള്ളതാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2 ohm എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഇപ്പോൾ R എന്ന് പറയുന്നത് 2 ആണെന്ന് കൊടുത്തിട്ടുണ്ട്, N എന്ന് പറയുന്നത് 8 ആണെങ്കിൽ എത്രയാണ് സഫല പ്രതിരോധം? R = എത്രയാണ്? 2 അങ്ങനെ വരും. ഓക്കെ, അപ്പോൾ R/N എന്ന് പറയുന്നതാണ് ഇക്വേഷനായിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ N എന്ന് പറയുന്നത് പ്രതിരോധകങ്ങളുടെ എണ്ണമാണ്, ഇവിടെ R എന്ന് പറയുന്നത് പ്രതിരോധകത്തിൻ്റെ മൂല്യമാണ്. ഓക്കെ, സ്മോൾ r എന്ന് പറയുന്നത് പ്രതിരോധകത്തിൻ്റെ മൂല്യമാണ്. അപ്പോൾ ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക കേട്ടോ. ഏത് ഇക്വേഷൻ? R = R1 R2 / R1 + R2. സമാന്തര രീതിയിൽ, ശ്രേണി രീതിയിലാണെങ്കിൽ എന്താണ്? R1 + R2 ആണ്. ഇനി ഇവിടെ പ്രതിരോധകങ്ങളുടെ ശ്രേണി രീതിയിലും പ്രതിരോധകങ്ങൾ സമാന്തര രീതിയിലും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ കോളം ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഫില്ല് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തേത് ശ്രേണി രീതിയിൽ സഫല പ്രതിരോധം കൂടുന്നു അല്ലേ? നമ്മൾ പറഞ്ഞു R1 + R2 ആണ്, അതുകൊണ്ട് സഫല പ്രതിരോധം കൂടും. പക്ഷെ സമാന്തര രീതിയിലാണെങ്കിലോ R1 R2 / R1 + R2 ആണ്. അപ്പോൾ സമാന്തര രീതിയിലാണെങ്കിൽ സഫല പ്രതിരോധം എന്ത് ചെയ്യുക? കുറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സഫല പ്രതിരോധം എന്ത് ചെയ്യുന്നു? കുറയുകയാണ് ചെയ്യുന്നത്. അത് ഓർത്തിരിക്കുക. ഇനി അടുത്ത കോളം നോക്കുക. സമാന്തര രീതിയിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്? ഓരോ പ്രതിരോധത്തിലൂടെയും ഒഴുകുന്ന കറണ്ട് വ്യത്യാസം, ഇവിടെ I ആണ് വ്യത്യാസമായിട്ട് വരുന്നത്. ഇത് പ്രതിരോധകത്തിൻ്റെ മൂല്യത്തിനനുസരിച്ച് വിഭജിക്കപ്പെടുന്നു. പക്ഷേ ഇവിടെ എന്താണ്? ഇവിടെ പ്രതിരോധമാണ് വ്യത്യാസമായിട്ട് വരുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ R-ലാണ് ചേഞ്ച് വരുന്നത്. ഇനി അടുത്തത് ശ്രേണി രീതിയിൽ കൊടുത്തിട്ടുള്ളത് ഓരോ പ്രതിരോധകത്തിനും ലഭിക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം ഒരുപോലെ ആയിരിക്കില്ല. ഇത് പ്രതിരോധകത്തിൻ്റെ മൂല്യത്തിനനുസരിച്ച് വിഭജിക്കപ്പെടുന്നു. ഇവിടെ പൊട്ടൻഷ്യൽ വ്യത്യാസം ഒരുപോലെ ആയിരിക്കില്ല, പക്ഷേ ഇവിടെ എന്താണ്? പൊട്ടൻഷ്യൽ വ്യത്യാസം ഒരുപോലെയാണ് അല്ലേ? ഇനി ഇവിടെ നോക്കുക, ഓരോ പ്രതിരോധകത്തെയും ഓരോ സ്വിച്ച് ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ കഴിയും അല്ലേ? സമാന്തര രീതിയിലാകുമ്പോൾ ഓരോതിനെയും ഓരോ സ്വിച്ച് ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ കഴിയും. ശ്രേണിയിലാണെങ്കിലോ ഒരൊറ്റ സ്വിച്ചേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാവില്ല, ഒരു സ്വിച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഓരോ പ്രതിരോധത്തെയും നിയന്ത്രിക്കാനായിട്ട് പറ്റില്ല. ഒരൊറ്റ സ്വിച്ച് ഓഫായി കഴിഞ്ഞാൽ മൊത്തമായിട്ട് കട്ടായി പോകും, എല്ലാ വൈദ്യുത ഇതും കട്ടായി പോകും അല്ലേ? അപ്പോൾ ശ്രേണി രീതിയിൽ നമ്മൾ വീട്ടാവശ്യങ്ങൾക്കൊന്നും നമ്മൾ ശ്രേണി രീതിയിൽ ഉപയോഗിക്കാറില്ല. ഓരോ പ്രതിരോധത്തിനും
ഓരോ സ്വിച്ചല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ സമാന്തര രീതിയിലാണ് നമ്മൾ വീട്ടാവശ്യത്തിനൊക്കെ കണക്ഷൻ വരിക. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിൾ മനസ്സിലാക്കി വെക്കുക. അടുത്തത് വൈദ്യുത താപഫലം അതിൻ്റെ ഉപയോഗങ്ങൾ. ഓക്കെ, വൈദ്യുത താപഫലം അതിൻ്റെ ഉപയോഗങ്ങൾ. വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളെയാണ് വൈദ്യുത താപന ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലം പ്രയോജനപ്പെടുത്തുന്ന ഉപകരണങ്ങളാണ് വൈദ്യുത താപന ഉപകരണങ്ങൾ. ഇവയിൽ എന്താണ് സംഭവിക്കുന്നത്? വൈദ്യുതോർജ്ജം താപോർജ്ജമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, വൈദ്യുതോർജ്ജം താപോർജ്ജമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചിത്രത്തിലുള്ളത് വൈദ്യുത താപന ഉപകരണങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ നോക്കുക, ഹീറ്റിംഗ് കോയിലുകൾ നിർമ്മിച്ചിരിക്കുന്നത് നിക്രോം ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, ഇത് ചോദിക്കാവുന്നതാണ്. ഹീറ്റിംഗ് കോയിലുകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നിക്രോം ഉപയോഗിച്ചിട്ടാണ്. നിക്കൽ, ക്രോമിയം, ഇരുമ്പ് എന്നീ ലോഹങ്ങളുടെ സങ്കരമാണ് നിക്രോം. നിക്രോം എന്ന് പറയുന്നത് നിക്കൽ, ക്രോമിയം, ഇരുമ്പ് എന്നീ ലോഹങ്ങളുടെ സങ്കരമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ നിക്രോമിൻ്റെ എന്ത് സവിശേഷതകൾ അല്ലെങ്കിൽ മേന്മകൾ കൊണ്ടാണ് ഇത് ഹീറ്റിംഗ് കോയിലുകൾ നിർമ്മിക്കാൻ വേണ്ടി പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നോക്കിയാൽ, ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഉയർന്ന ദ്രവണാങ്കം, ചുവന്ന ചുട്ടുപഴുത്ത അവസ്ഥയിൽ ഓക്സീകരിക്കപ്പെടാതെ ദീർഘനേരം നിൽക്കുവാനുള്ള കഴിവ്. ഓക്കെ, ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഉയർന്ന ദ്രവണാങ്കം, ചുവന്ന ചുട്ടുപഴുത്ത അവസ്ഥയിലും ഓക്സീകരിക്കപ്പെടാതെ ദീർഘനേരം നിലനിൽക്കുവാനുള്ള കഴിവ്. ഇതെല്ലാമാണ് നിക്രോം ഉപയോഗിച്ച് ഹീറ്റിംഗ് കോയിലുകൾ നിർമ്മിക്കുവാനായിട്ട് കാരണമെന്ന് പറയുന്നത്. ഇനി ഹീറ്റിംഗ് കോയിൽ ഇല്ലാതെയും നോക്കുക, ഹീറ്റിംഗ് കോയിൽ ഇല്ലാതെയും താപം ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണങ്ങളാണ് മൈക്രോവേവ് ഓവനും ഇൻഡക്ഷൻ കുക്കറും. മൈക്രോവേവ് ഓവനിൽ മൈക്രോവേവും ഇൻഡക്ഷൻ കുക്കറിൽ എഡി കറണ്ടും ഉപയോഗിക്കുന്നു. അപ്പോൾ ഹീറ്റിംഗ് കോയിൽ ഇല്ലാതെ താപം ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണങ്ങൾക്ക് ഉദാഹരണം ഏതാണ്? മൈക്രോവേവും ഇൻഡക്ഷൻ കുക്കറും. മൈക്രോവേവിൽ എങ്ങനെയാണ്? മൈക്രോവേവ് ആണ് ഉപയോഗിക്കുന്നത്. ഇൻഡക്ഷൻ കുക്കറിൽ എഡി കറണ്ടാണ് ഉപയോഗിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, എഡി കറണ്ടാണ് ഇൻഡക്ഷൻ കുക്കറിൽ ഉപയോഗിക്കുന്നത്. മൈക്രോവേവ് ഓവനിൽ മൈക്രോവേവ് ആണ് ഉപയോഗിക്കുന്നത്. അടുത്തത് സുരക്ഷാ ഫ്യൂസ്, സേഫ്റ്റി ഫ്യൂസ് നോക്കുക. വൈദ്യുതിയുടെ താപഫലത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് സുരക്ഷാ ഫ്യൂസ്. വൈദ്യുതിയുടെ താപഫലത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണമാണ് സുരക്ഷാ ഫ്യൂസ്. അതിൻ്റെ പ്രവർത്തനമാണ് പറയുന്നത്. സുരക്ഷാ ഫ്യൂസിൻ്റെ ഒരു പ്രധാനമാണ് എന്ത്? ഫ്യൂസ് വയർ. സുരക്ഷാ ഫ്യൂസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഫ്യൂസ് വയർ. ടിന്നും ലെഡും ചേർന്ന ലോഹസങ്കരമാണ് ഫ്യൂസ് വയർ എന്ന് പറയുന്നത്. അപ്പോൾ സുരക്ഷാ ഫ്യൂസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള ഫ്യൂസ് വയർ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ടിന്നും ലെഡും ചേർന്ന ലോഹസങ്കരമാണ്. ലോഹസങ്കരങ്ങളാണ് ഫ്യൂസ് വയർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഫ്യൂസ് വയറിന് താരതമ്യേന താഴ്ന്ന ദ്രവണാങ്കമാണ് ഉള്ളത്. ഓരോ സർക്യൂട്ടിലും അതിലൂടെ പ്രവഹിക്കേണ്ട കറണ്ടിന് അതിനനുസൃതമായിട്ടുള്ള ഫ്യൂസ് വയറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫ്യൂസ് വയറിന് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഒരു സർക്യൂട്ടിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഫ്യൂസിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്ന സമയം മുഴുവനും ഫ്യൂസ് വയറിൽ ചെറിയ തോതിൽ താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ താപം ചുറ്റുപാടുകളിലേക്ക് പ്രേഷണം ചെയ്തു പോകുന്നു. സർക്യൂട്ടിൽ അനുവദനീയമായതിനേക്കാൾ കൂടുതൽ കറണ്ട് ഒഴുകുമ്പോൾ ക്രമത്തിലധികം താപം ഉണ്ടാകുന്നു. അപ്പോൾ പ്രേഷണം വഴി നഷ്ടപ്പെട്ടു പോകുന്നതിനേക്കാൾ കൂടുതൽ താപം യൂണിറ്റ് സമയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിനാൽ ഫ്യൂസ് വയർ എന്ത് ചെയ്യുന്നു? ഉരുകുന്നു. ഒരു സർക്യൂട്ടിലൂടെ അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നത് മൂലമുള്ള അപകടങ്ങളിൽ നിന്നും നമ്മെയും ഉപകരണങ്ങളെയും സംരക്ഷിക്കുവാനുള്ള സംവിധാനമാണ് എന്ത്? സുരക്ഷാ ഫ്യൂസ് എന്ന് പറയുന്നത്. എല്ലാ സർക്യൂട്ടുകളിലൂടെയും ഒരേ അളവിലുള്ള വൈദ്യുതിയാണോ പ്രവഹിക്കുന്നത്? അല്ല. ഉപകരണങ്ങൾക്കനുസരിച്ച് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ അളവിലും വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. അതിനാൽ അനുയോജ്യമായിട്ടുള്ള ആംപയറേജിലുള്ള ഫ്യൂസ് വയർ വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട്. ഇനി വീടുകളിലെ ഫ്യൂസ് വയർ സർക്യൂട്ടിൽ ഘടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. എന്തൊക്കെയാണ്? ഫ്യൂസ് വയറിൻ്റെ അഗ്രങ്ങൾ യഥാസ്ഥാനങ്ങളിൽ ദൃഢമായി ബന്ധിപ്പിക്കണം. ഫ്യൂസ് വയർ കാരിയർ ബേസിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കരുത്. ഓക്കെ, ഫ്യൂസ് വയറിൻ്റെ അഗ്രങ്ങൾ യഥാസ്ഥാനങ്ങളിൽ ദൃഢമായി ബന്ധിപ്പിക്കണം. ഫ്യൂസ് വയർ കാരിയർ ബേസിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കരുത് എന്നാണ് പറയുന്നത്. ഇനി ഇവിടെ നോക്കുക, ഷോർട്ട് സർക്യൂട്ടും ഓവർലോഡിങ്ങും എന്താണെന്ന് നോക്കാം. ബാറ്ററിയിലെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും തമ്മിലോ മെയിൻസിലെ രണ്ട് വയറുകൾ തമ്മിലോ പ്രതിരോധമില്ലാത്ത സമ്പർക്കത്തിൽ വരുന്നതിനാലാണ് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഷോർട്ട് സർക്യൂട്ട്? ബാറ്ററിയിലെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും തമ്മിലോ അല്ലെങ്കിൽ മെയിൻസിലെ രണ്ട് വയറുകൾ തമ്മിലോ പ്രതിരോധമില്ലാതെ സമ്പർക്കത്തിൽ വരുന്നത് കൊണ്ടാണ്. ഓക്കെ, പ്രതിരോധമില്ലാതെ സമ്പർക്കത്തിൽ വരുമ്പോഴാണ് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഒരു സർക്യൂട്ടിൽ താങ്ങാവുന്നതിലധികം പവറുള്ള ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുമ്പോഴാണ്
ഇതിനെയാണ് ഓവർലോഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓവർലോഡിങ് കൊണ്ടാണ് എന്ത് വരുന്നത്? ഷോർട്ട് സർക്യൂട്ട് വരുന്നത്. അടുത്തത് ഗേജ്. എന്താണ് ഗേജ്? ഗേജ് എന്നത് ചാലക കമ്പിയുടെ വ്യാസത്തിൻ്റെ വ്യുൽക്രമമാണ്. ഗേജ് എന്ന് വെച്ചാൽ എന്താണ്? ചാലക കമ്പിയുടെ വ്യാസത്തിൻ്റെ വ്യുൽക്രമമാണ്. അതിനാൽ ഗേജ് കൂടുന്നതിനനുസരിച്ച് ചാലകത്തിൻ്റെ കനം കുറയുകയും ആംപയറേജ് കൂടുകയും ചെയ്യുന്നു. ഓക്കെ, കനം കുറയുകയും, ചാലകത്തിൻ്റെ കനം കുറയും. എന്ത് കൂടുന്നതിനനുസരിച്ചിട്ട്? ഗേജ് കൂടുന്നതിനനുസരിച്ച്. ഗേജ് കൂടുന്നതിനനുസരിച്ച് ചാലകത്തിൻ്റെ കനം കുറയുന്നു, ആംപയറേജ് കുറയുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഈ ആംപയറേജ് എന്ന് പറയുന്നത്? ഒരു ഉപകരണത്തിൻ്റെ പവറും അതിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അതിൽ നൽകുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാതമാണ് ആ ഉപകരണത്തിൻ്റെ ആംപയറേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഉപകരണത്തിൻ്റെ പവറും അതിൽ നിൽക്കുന്ന വോൾട്ടേജും തമ്മിലുള്ള അനുപാതമാണ് എന്തെന്ന് പറയുന്നത്? ആംപയറേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് വൈദ്യുത പവർ. എന്താണ് വൈദ്യുത പവർ എന്ന് പറയുന്നത്? യൂണിറ്റ് സമയത്തിൽ ഒരു വൈദ്യുതോപകരണം വിനിയോഗിക്കുന്ന വൈദ്യുതോർജ്ജമാണ് വൈദ്യുത പവർ. ഓക്കെ, യൂണിറ്റ് സമയത്തിൽ ഒരു വൈദ്യുതോപകരണം വിനിയോഗിക്കുന്ന വൈദ്യുതോർജ്ജമാണ് വൈദ്യുത പവർ എന്ന് പറയുന്നത്. പവർ കണക്കാക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. പ്രവൃത്തി ബൈ സമയമാണ് പവർ. P = W/T ആണ്. ഓക്കെ, പവറിൻ്റെ യൂണിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? വാട്ടാണ് അല്ലേ? പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വൈദ്യുത പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇക്വേഷൻ തന്നിട്ട് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. ഇനി അടുത്തത്, ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് വൈദ്യുത പ്രവാഹത്തിൻ്റെ താപഫലത്തെക്കുറിച്ചാണ്. ഇനി അടുത്തത് പറയുന്നത് വൈദ്യുത പ്രവാഹത്തിൻ്റെ പ്രകാശഫലമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലേ? ഗ്ലാസ് കവചം, ചെമ്പുകമ്പി, ടങ്സ്റ്റൺ ഫിലമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ബൾബിൻ്റെ അല്ലെ ഫിലമെൻറ്റ് ലാമ്പിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുക, ഇൻകാൻഡസെൻ്റ് ലാമ്പുകൾ. സാധാരണ വോൾട്ടേജിൽ ഫിലമെൻറ്റ് ലാമ്പുകളിലെ ഫിലമെൻറ്റ് ചുട്ടുപഴുത്ത് പ്രകാശം തരുന്നു. അതിനാൽ ഇത്തരം ബൾബുകളെയാണ് ഇൻകാൻഡസെൻ്റ്, അതായത് താപത്താൽ തിളങ്ങുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, സാധാരണ വോൾട്ടേജിൽ ഫിലമെൻറ്റ് ലാമ്പുകളിൽ ഫിലമെൻറ്റ് ചുട്ടുപഴുത്ത് എന്ത് നൽകുന്നു? പ്രകാശം തരുന്നു. അതുകൊണ്ടാണ് ഇതിനെ ഇൻകാൻഡസെൻ്റ്, താപത്താൽ തിളങ്ങുന്നത്, ഇൻകാൻഡസെൻ്റ് ലാമ്പുകൾ എന്ന് പറയുന്നത്. ഇതിൽ ടങ്സ്റ്റൺ ലോഹം കൊണ്ട് നിർമ്മിച്ച ഫിലമെൻ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഫിലമെൻ്റ് ഉപയോഗിക്കാനായിട്ട് അല്ലെങ്കിൽ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? ടങ്സ്റ്റൺ ആണ്. ടങ്സ്റ്റണിന് ചുട്ടുപഴുത്ത് ഏറെ നേരം ധവളപ്രകാശം നൽകാനായിട്ട് കഴിയും. ഫിലമെൻറ്റിൻ്റെ ഓക്സീകരണം തടയാനായിട്ട് ബൾബിനകവശം വായശൂന്യമാക്കുന്നു. ബാഷ്പീകരണം പരമാവധി കുറയ്ക്കാൻ ബൾബിൽ കുറഞ്ഞ മർദ്ദത്തിൽ അലസവാതകം നിറയ്ക്കുന്നു. ബാഷ്പീകരണം കുറയ്ക്കാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത്? അലസവാതകം നിറയ്ക്കുന്നു. എന്നാൽ ഇപ്പോൾ സാധാരണയായിട്ട് നൈട്രജൻ വാതകമാണ് ഉപയോഗിക്കുന്നത്. നൈട്രജൻ. അപ്പോൾ ഇൻകാൻഡസെൻ്റ് ലൈറ്റുകളിൽ, ഇൻകാൻഡസെൻ്റ് ലാമ്പുകളിൽ എന്ത് കുറയ്ക്കാനായിട്ട്? ബാഷ്പീകരണം കുറയ്ക്കാനായിട്ട് നിറയ്ക്കുന്നത് എന്താണ്? നൈട്രജൻ വാതകമാണ്. ഇൻകാൻഡസെൻ്റ് ലാമ്പുകളിൽ ബാഷ്പീകരണം കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത് നൈട്രജൻ വാതകമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഫിലമെൻറ്റ് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ടങ്സ്റ്റൺ കൊണ്ടാണ്. അതും കൂടെ ഓർത്തിരിക്കുക. എന്തുകൊണ്ടാണ് ഈ നൈട്രജൻ ബാഷ്പീകരണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നൈട്രജൻ ആണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് നൈട്രജൻ ഉപയോഗിക്കുന്നത്? സാധാരണ താപനിലയിലും മർദ്ദത്തിലും നൈട്രജൻ ഒരു അലസവാതകത്തെ പോലെ തന്നെയാണ് പെരുമാറുന്നത്. താപനിലയിലുള്ള നേരിയ വർധനവ് നൈട്രജന്റെ വികാസത്തെ സ്വാധീനിക്കുന്നില്ല. നൈട്രജൻ പ്രകൃതിയിൽ സുലഭമായി ലഭിക്കുന്നതും ബൾബുകളിൽ ഉപയോഗിക്കാൻ കാരണമാണ്. ബൾബിനുള്ളിൽ വായുവിൻ്റെ അഭാവത്തിൽ ഈ വാതകം പൂർണ്ണമായിട്ടും അലസമായി വർത്തിക്കുന്നു. അപ്പോൾ അലസവാതകം ഉപയോഗിക്കുന്നതിന് പകരം നൈട്രജൻ ഉപയോഗിക്കാൻ കാരണം എന്താണ്? സാധാരണ താപനിലയിലും മർദ്ദത്തിലും ഒക്കെ നൈട്രജൻ എന്താണ്? ഒരു അലസവാതകത്തെ പോലെ തന്നെയാണ് പെരുമാറുന്നത്. പിന്നെ സുലഭമായിട്ട് പ്രകൃതിയിൽ ലഭിക്കുന്നതുമാണ്. ഓക്കെ, ഇനി അതാണ് നൈട്രജൻ ബാഷ്പീകരണം കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നതിനുള്ള കാരണം. ഇനി നമ്മൾ പറഞ്ഞു ഫിലമെൻ്റ് ഉണ്ടാക്കാൻ വേണ്ടി ടങ്സ്റ്റൺ ആണ് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഉയർന്ന ദ്രവണാങ്കം, നേർത്ത കമ്പികളാക്കാനായിട്ട് കഴിയുന്നു. അതുപോലെ ചുട്ടുപഴുത്ത് ധവളപ്രകാശം പുറത്തുവിടുവാനുള്ള കഴിവ്. ഇതെല്ലാം കാരണം കൊണ്ടാണ് ടങ്സ്റ്റൺ യൂസ് ചെയ്തിട്ട് ഫിലമെൻ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫിലമെൻ്റ് ഉണ്ടാക്കാനായിട്ട് ടങ്സ്റ്റൺ ഉപയോഗിക്കുന്നതിന് കാരണം എന്തൊക്കെയാണ്? സവിശേഷതകൾ എന്തൊക്കെയാണ്? ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഉയർന്ന ദ്രവണാങ്കം, നേർത്ത കമ്പികളാക്കാൻ കഴിയുന്നു, ചുട്ടുപഴുത്ത് ധവളപ്രകാശം പുറത്തുവിടാനുള്ള കഴിവ്. ഈ നേർത്ത കമ്പികളാക്കാൻ കഴിയുന്നു എന്നുള്ളതിനെയാണ് ഹൈ ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഹൈ ഡക്റ്റിലിറ്റി.
ഇനി ഇൻകാൻഡസെന്റ് ലാമ്പുകളിൽ നൽകുന്ന വൈദ്യുതോർജ്ജത്തിന്റെ ഭൂരിഭാഗവും താപരൂപത്തിൽ നഷ്ടപ്പെടുന്നു. ഇതുമൂലം ഇവയുടെ ക്ഷമത കുറവാണ്. ഇൻകാൻഡസെന്റ് ലാമ്പുകൾക്ക് ക്ഷമത കുറവാണ്. എന്തുകൊണ്ടാണ്? ഇതിൽ വൈദ്യുതോർജ്ജത്തിന്റെ ഭൂരിഭാഗവും എങ്ങനെ നഷ്ടപ്പെടുന്നുണ്ട്? താപരൂപത്തിൽ നഷ്ടപ്പെടുന്നുണ്ട്. ഇനി വൈദ്യുതി ഉപയോഗിച്ച് പ്രകാശിപ്പിക്കുന്ന മറ്റുള്ള ലാമ്പുകൾ, ഇപ്പം ഇൻകാൻഡസെന്റ് ലാമ്പിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പറഞ്ഞു. ഡിസ്ചാർജ് ലാമ്പ് ഉണ്ട്, ഫ്ലൂറസെന്റ് ലാമ്പ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കുക, ഡിസ്ചാർജ് ലാമ്പുകൾ ഏതൊക്കെയാണ്? സോഡിയം വേപ്പർ ലാമ്പ്, ആർക്ക് ലാമ്പ്, ഫ്ലൂറസെന്റ് ലാമ്പ്, CFL, ഇങ്ങനെയുള്ള ലാബുകളൊക്കെ ഉണ്ട് അല്ലേ, ഡിസ്ചാർജ് ലാമ്പ്. അപ്പോൾ എന്താണ് ഡിസ്ചാർജ് ലാമ്പ് എന്ന് പറയുന്നത്? ഒരു ഗ്ലാസ് ട്യൂബിനുള്ളിൽ ഇലക്ട്രോഡുകൾ അടക്കം ചെയ്തതാണ് ഡിസ്ചാർജ് ലാമ്പുകൾ. ഒരു ഗ്ലാസ് ട്യൂബിനുള്ളിൽ ഇലക്ട്രോഡുകൾ അടക്കം ചെയ്തതാണ് ഡിസ്ചാർജ് ലാമ്പുകൾ. ഇവ പ്രകാശം പുറന്തള്ളുന്നത് അതിനുള്ളിൽ നിറച്ചിരിക്കുന്ന വാതകത്തിൽ നടക്കുന്ന വൈദ്യുത ഡിസ്ചാർജ് വഴിയാണ്. ഓക്കെ, ഇവ ഡിസ്ചാർജ് ലാമ്പുകൾ പ്രകാശം പുറന്തള്ളുന്നത് എങ്ങനെയാണ്? അതിനുള്ളിൽ നിറച്ചിരിക്കുന്ന വാതകത്തിൽ നടക്കുന്ന വൈദ്യുത ഡിസ്ചാർജ് വഴിയാണ്. ഉയർന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകുമ്പോൾ വാതക തന്മാത്രകൾ ഉയർന്ന ഊർജ്ജനില കൈവരിക്കുകയും ഇത്തരം തന്മാത്രകൾ സാധാരണ ഊർജ്ജനിലയിലെത്തി സ്ഥിരത കൈവരിക്കുമ്പോൾ വികിരണം ഊർജം പുറന്തള്ളുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? ഉയർന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം, ഓക്കെ, വോൾട്ടേജ്, ഉയർന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം V എന്ന് പറയുന്നത് നമ്മൾ നൽകുന്ന സമയത്ത് വാതക തന്മാത്രകൾ ഉയർന്ന ഊർജ്ജനില കൈവരിക്കും. ഓക്കെ, വാതക തന്മാത്രകൾ എന്ത് ചെയ്യും? പൊട്ടൻഷ്യൽ വ്യത്യാസം കൂടുമ്പോൾ ഉയർന്ന ഊർജ്ജനില കൈവരിക്കും. ഈ തന്മാത്രകൾ സാധാരണ ഊർജ്ജനിലയിലെത്തി സ്ഥിരത കൈവരിക്കുന്ന സമയത്ത് വികിരണം എന്ത് ചെയ്യുന്നു? ഊർജം പുറന്തള്ളുകയും ചെയ്യുന്നു. ഊർജ്ജനിലകളിലെ വ്യത്യാസത്തിനനുസരിച്ച് വിവിധ വർണ്ണ പ്രകാശങ്ങളും മറ്റു വികിരണങ്ങളും ലഭ്യമാകുന്നു. ഇൻകാൻഡസെന്റ് ലാമ്പുകളെക്കാളും ഡിസ്ചാർജ് ലാമ്പുകളെക്കാളും കുറഞ്ഞ പവറിൽ പ്രവർത്തിക്കുകയും കൂടുതൽ പ്രകാശം തരികയും ചെയ്യുന്ന പ്രകാശിക ഉപകരണമാണ് LED ബൾബ് അല്ലെ. ഇൻകാൻഡസെന്റ് ലാമ്പുകളെക്കാളും ഡിസ്ചാർജ് ലാമ്പുകളെക്കാളും കുറഞ്ഞ പവറിലാണ് ആര് പ്രവർത്തിക്കുന്നത്? LED. പക്ഷെ നമുക്ക് കൂടുതൽ പ്രകാശം തരും. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും LED ബൾബുകൾ എല്ലാവരും ഉപയോഗിക്കാനായിട്ട് കാര്യം അല്ലെ. കുറഞ്ഞ പവറാണ്, കൂടുതൽ പ്രകാശം തരികയും ചെയ്യും. അപ്പോൾ LED ബൾബ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ബൾബ്. അപ്പോൾ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡുകളാണ് LEDകൾ എന്ന് പറയുന്നത്. എന്താണ്? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡുകളാണ്. ഫിലമെൻ്റ് ഇല്ലാത്തതിനാൽ താപരൂപത്തിലുള്ള ഊർജ്ജനഷ്ടം ഉണ്ടാകുന്നില്ല. ഫിലമെൻ്റ് ഒന്നുമില്ല LED-യിൽ, ഫിലമെൻ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ താപരൂപത്തിലുള്ള ഊർജ്ജനഷ്ടം ഉണ്ടാകുന്നില്ല. മർക്കുറി ഇല്ലാത്തതിനാൽ പരിസ്ഥിതിക്ക് ഹാനികരവുമല്ല. ഓക്കെ, അതുകൊണ്ടാണ് LED ബൾബ് ഉപയോഗിക്കാനായിട്ട് പറയുന്നത്. ഇനി ഇവിടെ LED ബൾബുകളുടെ നിർമ്മാണം, കേടുപാടുകൾ തീർക്കൽ, പുനരുപയോഗം, സംസ്കരണം നോക്കുക. ഊർജ്ജക്ഷമത കൂടിയതും പരിസ്ഥിതി മലിനീകരണം കുറഞ്ഞതും ആയിട്ടുള്ള ബൾബുകൾക്കുള്ള അന്വേഷണമാണ് LED ബൾബുകളുടെ കണ്ടെത്തലിന് സഹായിച്ചത്. മറ്റുള്ളവയേക്കാൾ മേന്മയുള്ളവയാണ് LED ബൾബുകൾ. കുറഞ്ഞ വൈദ്യുത ഉപയോഗം, ക്ഷമത കൂടുതൽ ആയുസ് തുടങ്ങിയവ ഇവയുടെ മേന്മകളാണ്. ഇവയുടെ ഉപയോഗം വർദ്ധിപ്പിക്കുവാനായിട്ട് ചെലവ് കുറഞ്ഞ തരം LED ബൾബ് നിർമ്മാണം പ്രോത്സാഹിപ്പിക്കപ്പെടണം. അതോടൊപ്പം പരിസ്ഥിതിക്കുണ്ടാവുന്ന ദോഷം കുറയ്ക്കാനായിട്ട് പുനരുപയോഗത്തിന് സഹായകമായ രീതിയിൽ ലഘുവായ കേടുപാട് തീർക്കലും ഉപയോഗശൂന്യമായവയുടെ ശാസ്ത്രീയമായ സംസ്കരണവും എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കുകയും വേണം. അപ്പോൾ ഇവിടെ നോക്കുക, LED ബൾബിൻ്റെ LED ബൾബുകളെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട്. LED ബൾബിൻ്റെ ഓരോ ഭാഗവും അതിൻ്റെ ഉപയോഗമാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യത്തേത് ബേസ് യൂണിറ്റ് E22. ബേസ് യൂണിറ്റ് E22. ബേസ് യൂണിറ്റ് എന്ന് പറയുന്നതിൻ്റെ ഉപയോഗം എന്താണ്? ബൾബിനെ ഹോൾഡറുമായി ബന്ധിപ്പിക്കുന്ന ലോഹഭാഗമാണ് ബേസ് യൂണിറ്റ്. ബൾബിനെ ഹോൾഡറുമായി ബന്ധിപ്പിക്കുന്ന ലോഹഭാഗം. അടുത്തത് ഹീറ്റ് സിങ്ക്. ഹീറ്റ് സിങ്ക് എന്ന് പറയുന്നത് എന്താണ്? അതുപോലെ തന്നെ ബേസ് പ്ലേറ്റ്. ഹീറ്റ് സിങ്ക് എന്ന് പറയുമ്പോൾ ബൾബിൻ്റെ ബേസ് യൂണിറ്റിനോട് ചേർന്ന് നിൽക്കുന്ന താപം ആഗിരണം ചെയ്യാനുള്ള സംവിധാനം. ഓക്കെ, ബൾബിൻ്റെ ബേസ് യൂണിറ്റിനോട് ചേർന്ന് നിൽക്കുന്ന താപം ആഗിരണം ചെയ്യാനുള്ള സംവിധാനമാണ് ഹീറ്റ് സിങ്ക്. ബേസ് പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾഡറിൽ ഉറപ്പിക്കുന്ന ലോഹ പ്ലേറ്റ് ആണ്. ഹോൾഡറിൽ ഉറപ്പിക്കുന്ന ലോഹ പ്ലേറ്റ് ആണ് ബേസ് പ്ലേറ്റ്. അടുത്തത് ബാക്ക് കണ്ടക്ടർ സ്ക്രൂകൾ. ഓക്കെ, ഇത് ഇവിടെ ചിത്രം കാണുന്നുണ്ടല്ലോ അല്ലേ. ബാക്ക് കണ്ടക്ടർ സ്ക്രൂകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? LED ഡ്രൈവറിൽ നിന്നുള്ള വയറുകളെ ബേസ് യൂണിറ്റിൽ ഉറപ്പിക്കുന്നതിനുള്ള സ്ക്രൂകളാണ്. LED ഡ്രൈവറിൽ നിന്നുള്ള വയറുകളെ ബേസ് യൂണിറ്റിൽ ഉറപ്പിക്കുന്നു. അടുത്ത ഭാഗമാണ് പവർ സപ്ലൈ ബോർഡ്. പവർ സപ്ലൈ ബോർഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? AC വൈദ്യുതിയെ DC ആക്കുന്നു. ഓക്കെ, ഓൾട്ടർനേറ്റ് കറണ്ടിനെ ഡയറക്റ്റ് കറണ്ട് ആക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് നൽകുകയാണ് ഇതിൻ്റെ ധർമ്മം. ഓക്കെ, പവർ സപ്ലൈ ബോർഡിൻ്റെ ധർമ്മം എന്താണ്?
AC ഓൾട്ടർനേറ്റ് കറണ്ടിനെ DC ഡയറക്റ്റ് കറണ്ട് ആക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് നൽകുക എന്നുള്ളതാണ് എന്തിൻ്റെ ഉപയോഗം? പവർ സപ്ലൈ ബോർഡിൻ്റെ ഉപയോഗം. അടുത്ത ഭാഗമാണ് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്. ഓക്കെ, അല്ലെങ്കിൽ LED ചിപ്പ് ബോർഡ് എന്ന് പറയുന്നത് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്. LED-കൾ ഉറപ്പിച്ചിരിക്കുന്നത് ഈ ബോർഡിലാണ്. ഇതിൽ പ്ലസ് മൈനസ് ധ്രുവങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കും. ഓക്കെ, പ്ലസും മൈനസും ധ്രുവങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ് പ്രിന്റഡ് സർക്യൂട്ട് ബോർഡ്. ദെൻ ഡിഫ്യൂസർ കപ്പ്. അടുത്തത് എന്താണ്? ഡിഫ്യൂസർ കപ്പാണ്. ഇത് ബൾബിൽ നിന്ന് പ്രകാശം പുറത്തു വരുന്ന ഭാഗമാണ് ഡിഫ്യൂസർ കപ്പ്. അപ്പോൾ LED ബൾബിൻ്റെ ഓരോ മെയിൻ പാർട്ടും അതിൻ്റെ ഫങ്ഷനും നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി ഒരു LED ബൾബ് സർക്യൂട്ട് പൂർത്തിയാക്കിയിട്ടുള്ള ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. LED ബൾബ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള അനുബന്ധ സാമഗ്രികൾ ഇത് നിർമ്മിക്കാനായിട്ടുള്ളത് എന്തൊക്കെയാണ്? ഇൻസുലേഷൻ ടേപ്പ്, പ്ലെയർ, ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട്, വയർ സ്ട്രിപ്പർ, സോൾഡറിങ് അയൺ, സോൾഡറിങ് ബാഗ്സ്, ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് LED നിർമ്മിക്കുന്നത് എന്ന് കൊടുത്തിട്ടുണ്ട്, അതും കൂടെ നമുക്ക് നോക്കാം. ബേസ് യൂണിറ്റ് ഹീറ്റ് സിങ്കിൽ പഞ്ച് ചെയ്ത് ഉറപ്പിക്കുക. പവർ സപ്ലൈ ബോർഡിലെ ഇൻപുട്ട് ഔട്ട്പുട്ട് വയറുകൾ പുറത്ത് കാണുന്ന രീതിയിൽ ബോർഡിൽ പൊടിയും ഈർപ്പവും വരാതിരിക്കാൻ ഇൻസുലേഷൻ ടേപ്പ് ചുറ്റുക. പവർ സപ്ലൈ ബോർഡിലെ ഇൻപുട്ട് ഭാഗത്ത് കാണുന്ന വയറുകൾ ഹീറ്റ് സിങ്ക്, ടെർമിനൽ ദ്വാരം എന്നിവയിലൂടെ കടത്തി ബാക്ക് കണ്ടക്ടറിൽ ഉറപ്പിക്കുക. ഔട്ട്പുട്ടിലെ ചുവപ്പ് നിറത്തിലുള്ള വയർ പ്രിന്റഡ് സർക്യൂട്ട് ബോർഡിൻ്റെ പോസിറ്റീവ് എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള ഭാഗത്തും കറുത്ത വയർ നെഗറ്റീവ് എന്ന് അടയാളപ്പെടുത്തിയ ഭാഗത്തും ഉറപ്പിക്കുക. LED പ്രിന്റഡ് സർക്യൂട്ട് ബോർഡിന് പിന്നിൽ ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് പുരട്ടിയ ശേഷം ബേസ് പ്ലേറ്റിൽ ഉറപ്പിക്കുക. ഹീറ്റ് സിങ്ക് ഡിഫ്യൂസർ ഉപയോഗിച്ച് അമർത്തി അടയ്ക്കുക. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കിയിട്ടുള്ള LED ബൾബ് ഹോൾഡറിൽ ബന്ധിപ്പിച്ച് പ്രകാശിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് LED ബൾബ് നിർമ്മിക്കുന്നത്. LED ബൾബുകളുടെ തകരാറുകൾ പരിഹരിക്കൽ എങ്ങനെയാണ് എന്നുള്ളതാണ് അടുത്തത് കൊടുത്തിട്ടുള്ളത്. നോക്കുക, ഒരു LED ബൾബ് അനേകം ലൈറ്റ് എമിറ്റിംഗ് ഡയോഡുകളുടെ ഒരു ശ്രേണീബന്ധനമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ശ്രേണീബന്ധനത്തിൽ എവിടെയെങ്കിലും ബന്ധം നഷ്ടപ്പെടുകയോ ഏതെങ്കിലും ഡയോഡ് പ്രവർത്തനരഹിതമാവുകയോ ചെയ്താൽ ബൾബ് എന്ത് ചെയ്യും? പ്രകാശിക്കാതെ വരും. ഒരു LED ബൾബിലെ റെക്ടിഫയർ, ലോഡ് റെസിസ്റ്റർ, ഫിൽട്ടർ കപ്പാസിറ്റർ എന്നിവയിൽ ഏതെങ്കിലും പ്രവർത്തനരഹിതമായാലും LED ബൾബുകൾ എന്ത് ചെയ്യില്ല? പ്രകാശിക്കില്ല. അപ്പോൾ LED ബൾബുകൾ പ്രകാശിക്കാതിരിക്കാൻ കാരണം എന്തൊക്കെയാണ്? ശ്രേണീബന്ധനത്തിൽ എവിടെയെങ്കിലും ബന്ധം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡയോഡ് പ്രവർത്തനരഹിതമാവുകയോ ചെയ്തു കഴിഞ്ഞാൽ LED പ്രകാശിക്കില്ല. അതുപോലെ തന്നെ LED ബൾബിലെ റെക്ടിഫയർ, ലോഡ് റെസിസ്റ്റർ, ഫിൽട്ടർ കപ്പാസിറ്റർ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് പ്രവർത്തനരഹിതമായാലും LED ബൾബുകൾ പ്രകാശിക്കില്ല. LED ബൾബുകളിലെ നിസ്സാരമായ തകരാറുകൾ പോലും ബൾബിനെ പൂർണ്ണമായും പ്രവർത്തനരഹിതമാക്കും. അപ്പോൾ ഈ LED ബൾബുകളിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് അടുത്തത് പറയുന്നത്. LED ബൾബുകളിലെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ: റെക്ടിഫയർ, ലോഡ് റെസിസ്റ്റർ, ഫിൽട്ടർ കപ്പാസിറ്റർ, LED ചിപ്പ്, ഹീറ്റ് സിങ്ക്. ഓക്കെ, റെക്ടിഫയർ, ലോഡ് റെസിസ്റ്റർ, ഫിൽട്ടർ കപ്പാസിറ്റർ, LED ചിപ്പ്, ഹീറ്റ് സിങ്ക്, ഇതൊക്കെയാണ് LED ബൾബുകളിലെ പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി LED ബൾബ് കേടുപാട് തീർക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ടൂളുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ ചിത്രസഹിതം കൊടുത്തിട്ടുണ്ട്. ആദ്യം കാണുന്നത് എന്താണ്? സോൾഡറിങ് അയൺ ആണ്. ഓക്കെ, സോൾഡറിങ് അയൺ. അടുത്തത് ബി എന്ന് പറയുന്നത് എന്താണ്? മൾട്ടിമീറ്റർ. ഓക്കെ, മൾട്ടിമീറ്റർ. അടുത്തത് ടെസ്റ്റർ ആണ്. ഇതെന്താണ്? സി എന്താണ്? ടെസ്റ്റർ. ഡി എന്ന് പറയുന്നത് എന്താണ്? സ്ക്രൂ ഡ്രൈവർ. അതുപോലെ തന്നെ ഇ എന്ന് പറയുന്നത് LED ചിപ്പാണ്. അതുപോലെ എഫ് എന്ന് പറയുന്നത് എന്താണ്? നോസ് പ്ലെയർ. ജി എന്ന് പറയുന്നത് ട്വീസർ ആണ്. ഇതൊക്കെയാണ് LED ബൾബിൻ്റെ കേടുപാട് തീർക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ടൂളുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി താഴെ തന്നിരിക്കുന്ന LED ബൾബിൻ്റെ ഭാഗങ്ങളിൽ കേടായവ ഏതാണെന്ന് മൾട്ടിമീറ്റർ ഉപയോഗിച്ച് തിരിച്ചറിഞ്ഞ ശേഷം അവ മാറ്റി പുതിയത് ഘടിപ്പിക്കുക എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്, വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടു കൂടിയിട്ട് നമ്മുടെ താപവും ഊഷ്മാവും എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന മുഴുവൻ SCERT പാഠഭാഗങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇനി ബാക്കിയുള്ള അടുത്ത ക്ലാസ്സുകളുമായിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക്